നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെടുത്തുകൊണ്ട് സൗണ്ട് മ്യൂട്ട് ചെയ്ത് പറയണം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. പാമ്പുകളെയും എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും ദീർഘായുസിലും ബഹുസമ്പന്നതയിലും ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും ഇന്ന് മതിയായവനായിത്തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടെ രാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കർത്താവിലുള്ള സാക്ഷിയാകുവാൻ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ക്രിസ്തു യേശുവിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന വചനം ഏതാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തിനെ പറ്റിയുള്ളതാണെന്നുള്ള ഓർക്കുന്നുണ്ടോ? യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. നമ്മുടെ അവകാശങ്ങൾ നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അത് നമ്മൾ കൈവശമാക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നും യേശുവിനോട് ചേർന്ന് നിന്നും പരിശുദ്ധാത്മാവിന് താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ അവകാശങ്ങളെ നമ്മൾ നേടിയെടുക്കണം. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അത്ഭുതം ഇന്നുണ്ടാകുന്നതല്ല, അത്ഭുതം ക്രൂശിൽ നടന്നു കഴിഞ്ഞാണ് നമ്മൾ അതിനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരികയാണ്. ഉണ്ടായി വരികയല്ല, വെളിപ്പെട്ട് വരികയാണ്. അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. ബൈബിളിൽ അതിനെ ഉണ്ടായി വരുന്നു എന്ന് പറയുമെങ്കിലും നമുക്ക് കാണാതെ പോയി, അല്ലെങ്കിൽ കാണാതെ പോയതല്ല, മറച്ചു വെച്ചിരിക്കുന്നത് മറനീക്കി വെളിപ്പെട്ട് വരികയാണ്. ആമേൻ. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം പ്രവർത്തിപ്പാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് നമുക്ക് അത്ഭുതങ്ങളെ പ്രാപിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വചനം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു കാര്യങ്ങൾ. ഇവിടെ തിരുവചനം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ചു ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ശ്രദ്ധിച്ചോണം, ഇവിടെ പറയുകയാണ് അകത്ത മനുഷ്യൻ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മനുഷ്യൻ. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അകത്ത മനുഷ്യൻ. ഈ വാചനം ശ്രദ്ധിച്ചോണം. എൻ്റെ കൂടെ പറഞ്ഞ് അകത്തൊരു മനുഷ്യനുണ്ടെന്ന് പറ. അകത്തൊരു മനുഷ്യനുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ അകത്ത മനുഷ്യനെ പറ്റി എന്ന് കേൾക്കാൻ പോകുന്നത്. അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നർ മാൻ. നമ്മൾ പലപ്പോഴും ഒക്കെ മരിച്ചടക്കിനൊക്കെ പോകുന്ന സമയത്ത്, മരിച്ചടക്കിനൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ആ വ്യക്തി നമ്മളെ വിട്ടു പോയി. പക്ഷേ നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി അവിടെ ഒരു മൊബൈൽ മോർച്ചറിക്കകത്തോ ശവപ്പെട്ടിക്കകത്തോ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ചിന്ത, പോയ ആളെങ്ങനെയാണ് കിടക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും നാളും കണ്ട വ്യക്തി അല്ലാതെ ഒറിജിനലായിട്ടുള്ള ഒരു വ്യക്തിത്വം അകത്തുണ്ടായിരുന്നു. നമ്മൾ കണ്ടത് കണ്ണും മൂക്കും വായും ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്തൊരു വ്യക്തിയുണ്ട്. പലപ്പോഴും മരിക്കുമ്പോൾ നമ്മൾ പറയും ആ മനുഷ്യൻ നമ്മളെ വിട്ടു പോയി. പക്ഷെ അവിടെ ശരീരം കിടപ്പുണ്ട്. ഒരു വസ്ത്രം നമ്മൾ മാറിയിടുന്നത് പോലെ നമ്മുടെ ശരീരം അവിടെ കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്. നമുക്കതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനവും എൻ്റെ ജീവിതവുമായിട്ട് എന്താ ബന്ധവും നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം നിലത്ത് പൊടി കൊണ്ടൊരു മനുഷ്യനെ നിർമ്മിച്ചു. ശ്രദ്ധിച്ചോണം, ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് എവിടുന്നാണ്? ഈ വചനപ്രകാരം എവിടുന്നാണ് മനുഷ്യനെ നിർമ്മിച്ചത്? നിലത്തെ പൊടിയിൽ നിന്നും. ശ്രദ്ധിച്ചോണം,
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കൊണ്ടു നോക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു. അപ്പം പാഴും ശൂന്യമായി കിടന്ന ഭൂമി, അതിൻ്റെ അർത്ഥം യൂസ്ലെസ് ആയി കിടന്ന ഭൂമിയിൽ നിന്നും ദൈവം ഒരു മനുഷ്യരൂപത്തെ ഉണ്ടാക്കി. നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരു പ്രതിമ പോലെ. നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ പ്രതിമകൾ, ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, മൂക്കും ശ്വസിക്കാൻ കഴിയത്തില്ല, ചലിക്കാൻ കഴിയാത്ത പ്രതിമകൾ നമ്മുടെ ലോകത്തിലുണ്ടല്ലേ. അതേപോലെ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ്റെ ഒരു രൂപമുണ്ടാക്കി, വേണമെങ്കിൽ പറയാം ഒരു പ്രതിമയുണ്ടാക്കി. അതിന് ജീവനില്ല. ഭൂമിയിലെ മണ്ണിൽ നിന്നും ദൈവം ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ആ പ്രതിമയെ ഉണ്ടാക്കി, നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ ജീവൻ ഉണ്ടാകാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്നല്ല, ദൈവത്തിൻ്റെ അകത്ത് നിന്നും ആത്മാവിനെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രതിമയിലേക്ക്, മൺമയമായിരിക്കുന്ന പ്രതിമയിലേക്ക് ദൈവം ശ്വാസത്തെ കൊടുത്തു. അതായത് നമ്മുടെ ആത്മാവിനെ കൊടുത്തു. സദൃശവാക്യത്തിൽ പറയുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം ആകുന്നു എന്ന് വചനത്തിലൊരു വാക്യമുണ്ട്. അപ്പം മൂക്കിലേക്ക് എന്ത് ചെയ്തു? ശ്വാസം ഊതി. അപ്പം നമ്മുടെ ആത്മാവിന്റെ വരവ് എവിടുന്ന? ദൈവത്തിൽ നിന്ന്. നമ്മുടെ ആത്മാവിന്റെ വരവ് ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്നതാണ് ആത്മാവ്, ഭൂമിയിൽ നിന്ന് വന്നതാണ് ശരീരം. മനസ്സിലായോ? ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ് ശരീരം, പക്ഷെ ദൈവത്തിൽ നിന്ന് വന്നതാണ് ആത്മാവ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുതയോ ബ്രദറെ മരിക്കാൻ പോകുന്ന കാര്യമാണ്. അല്ല, മരിക്കാൻ പോകുന്ന കാര്യമല്ല കേൾക്കാൻ പോകുന്നതെന്ന്, ജീവനെ പറ്റിയാണ് കേൾക്കാൻ പോകുന്നത്. ഒരാമേൻ പറഞ്ഞേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഞാനൊരു വാക്യം നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. സദൃശവാക്യത്തിലെ വാക്യമാണ്. സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്തു. ശ്രദ്ധിച്ചോണം, മനുഷ്യൻ്റെ ശരീരവും എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. എന്താണ് ഈ ദീപം എന്ന് പറഞ്ഞാൽ? വെളിച്ചം. വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവന്റെ ഒരു സൈനായിട്ടാണ് വെളിച്ചത്തെ കാണിക്കുന്നത്. ഇവിടെ ദൈവം ജീവനില്ലാത്തൊരു പ്രതിമയെ ഉണ്ടാക്കി, മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആത്മാവിനെ, നമ്മുടെ അകത്ത മനുഷ്യനെ ആത്മാവിനെ പകർന്നപ്പോൾ പ്രതിമ ചലിക്കുവാൻ തുടങ്ങി, അതിൻ്റെ കൈവിരലുകൾ ഉണ്ടാകാൻ തുടങ്ങി, അത് ചലിക്കുവാൻ തുടങ്ങി, മൂക്കിൽ ശ്വാസമുണ്ടായി, കാഴ്ച തുടങ്ങി, അങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിലുണ്ടായി. ഇതിനെല്ലാം കാരണം ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ യേശുവിലേക്ക് വരുന്ന സമയത്ത്, പാപം ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്ത സമയത്ത് നമ്മുടെ അകത്ത മനുഷ്യൻ കെട്ടുപോയി. ഈ കെട്ടുപോയ മനുഷ്യനെ യേശു ക്രിസ്തു ഈ പാപം കൊണ്ടാണ് ഈ വെളിച്ചം കെട്ടു. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, ഈ ദീപം കെട്ടുപോയി. യേശു ക്രിസ്തു വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഒരു നാൾ ഇരുട്ടിൽ നടക്കത്തില്ലെന്നൊക്കെ പറയാൻ കാരണം, ഈ വെളിച്ചം നമുക്കറിയാം, വിളക്ക് കെട്ടുപോയ പിന്നെ വിളക്ക് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങളുടെ ഇപ്പോൾ ഒരു ടോർച്ച് ഇരിപ്പുണ്ട്, ആ ടോർച്ചിലെ ബൾബ് ഫ്യൂസ് ആയി പോയി കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? എത്ര വില കൂടിയ ടോർച്ചാണെങ്കിലും ഇല്ല. അതേപോലെ തന്നെ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മുടെ അകത്ത മനുഷ്യൻ കെട്ടുപോയി, ഈ ദീപം കെട്ടുപോയി. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് പാപം എന്ന തടസ്സത്തെ എടുത്തു മാറ്റി നമ്മുടെ അകത്ത മനുഷ്യനെ കത്തിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ അന്ധകാരമൊക്കെയും പ്രകാശമാക്കി, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ശ്രദ്ധിച്ചോണം, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എന്താ ഈ ദീപം എന്ന് ദാവീദ് പറയാൻ കാരണം മനസ്സിലായോ? ദീപം എന്ന് പറഞ്ഞാൽ സദൃശവാക്യത്തിൽ പറയുന്നു മനുഷ്യന്റെ ആത്മാവാണ് ദീപം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, എൻ്റെ അന്ധകാരമൊക്കെയും പ്രകാശം. അപ്പം നമ്മൾ ചിന്തിക്കും ദാവീദ് ഏതോ തീപ്പന്തമായിട്ട് പോയ കാര്യം പറയും. അല്ലല്ല, അകത്ത മനുഷ്യനെ കത്തിക്കും. എന്നാൽ അതൊരു പ്രവചനമായിരുന്നു. വരാൻ പോകുന്ന ക്രിസ്തു നമ്മുടെ അകത്ത മനുഷ്യനെ കത്തിക്കുമെന്നും നിത്യജീവൻ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ജീവൻ നമ്മളിലേക്ക് പകരും. ആമേൻ. ഈ ജീവൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ജീവൻ വെളിപ്പെടുകയാണ്. എന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കർത്താവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ
എൻ്റെ കണ്ണിനോ മൂക്കിനോ വായിക്കോ മുടിക്കോ ശരീരത്തിനോ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല. എല്ലാവരും പറഞ്ഞു ആള് മാറിയവനായി, പുതുതായി ജനിച്ചു, പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ എൻ്റെ മുഖത്ത് വലിയ വ്യത്യാസം കാണുന്നില്ല. വലിയ വ്യത്യാസം എന്നല്ല, ഒരു വ്യത്യാസവുമില്ല. എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്, എൻ്റെ കൺപോളകൾ അങ്ങനെ തന്നെയാണ്, എൻ്റെ രൂപത്തിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനോർത്ത് എന്താണ് ഈ വ്യത്യാസം? യഥാർത്ഥത്തിൽ ഉണ്ടായത് അകത്ത മനുഷ്യനാണ് വ്യത്യാസം. ഇനി നമ്മൾക്ക് അകത്ത മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇന്ന് ഈ ദൈവസന്നിധിയിൽ നിങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ. ഇതെപ്പോഴും ആമേൻ. ദൈവത്തോട് ചേരുവാനും ദൈവസന്നിധിയിലേക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പിടിക്കുവാനും എപ്പോഴും നമ്മുടെ ആത്മാവ് ബന്ധപ്പെടും. നമ്മുടെ അകത്ത മനുഷ്യൻ, ആത്മാവെന്ന് പറഞ്ഞാൽ അകമയുള്ള മനുഷ്യൻ. നമുക്കിപ്പോൾ കുറേ നേരം TV കാണാൻ തോന്നും. കുറേ നേരം നിങ്ങളൊരു 6 മണിക്കൂർ കുത്തിയിരുന്നുകൊണ്ട് TV കാണുമെന്ന് വിചാരിച്ചു, 6-7 മണിക്കൂർ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? 6-7 മണിക്കൂർ TV കണ്ടാൽ എന്തെങ്കിലും നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ദൈവവചനം കുറച്ച് സമയങ്ങൾ കൊടുക്കുകയും കുറച്ചു നേരം നിങ്ങൾ വചനം പറയുകയും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? 6-7 മണിക്കൂർ സിനിമ കണ്ടിട്ടോ TV കണ്ടിട്ടോ മാറാത്ത പല വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യന് നിങ്ങളുടെ അവസ്ഥകളെയൊക്കെയും ചേഞ്ച് ചെയ്യുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, ബ്രദറെ, ദൈവമല്ലേ എല്ലാം മാറ്റുന്നത്? ശ്രദ്ധിച്ചോണം, നമ്മൾ പോലും അറിയാത്ത ചില കഴിവുകൾ നമ്മുടെ അകത്ത മനുഷ്യനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വചനം ശ്രദ്ധിച്ചോണം. എപ്പോഴും ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. തൻ്റെ മഹത്വത്താലും തനത്തൊത്തവണ്ണം തൻ്റെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നിങ്ങളിപ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം കഴിക്കാതെ 2 ദിവസം ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 2 ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ, ഒന്നും കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കല്ല് ചുമക്കാൻ പറ്റുമോ? എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്തുവാ? നിങ്ങളുടെ ബോഡിക്ക് അതിനുള്ള ബലമില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലം കുറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനും ജോലി ചെയ്യുവാനുമുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് കുറയും. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി ഉണ്ടാകും. ആമേൻ. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇപ്പം നമ്മുടെ അകത്ത മനുഷ്യന് ഒത്തിരി പ്രത്യേകത ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ആരോടാണെന്നറിയോ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. ഈ വചനം വായിക്കാൻ പറ്റുന്ന ഒരാളൊന്ന് ഉറക്കെ വായിക്കണേ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. കണ്ടോ? ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ മക്കളെന്ന് നാം ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട്. ഇപ്പൊ 2 ആത്മാക്കളെ പറ്റി പറയാം. ഒന്ന് പരിശുദ്ധ ആത്മാവും, 2 എൻ്റെ അകത്ത മനുഷ്യൻ. ഇപ്പൊ നിങ്ങളോട് ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ആരുടെ മകനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ഒരാൾ വന്ന് വഴിപോക്കം ചോദിക്കുക, നിങ്ങൾ എവിടുത്തുകാരനാ, നിങ്ങൾ ആരുടെ മകനാന്ന് വെച്ചാൽ നിങ്ങൾ എന്നാ പറയും? നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ പേര് പറയും, വീട്ടുപേര് പറയും, അല്ലേ? അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, എൻ്റെ അപ്പൻ ഇന്ന അപ്പൻ്റെ മോനാണ്, എൻ്റെ അമ്മയുടെ മോനാണ്, ഇന്ന സഹോദരങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനോട് ചോദിച്ചാൽ, അകത്ത മനുഷ്യനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ്, നീ എവിടുത്തുകാരനാണ്, ആരാണ് നിൻ്റെ അപ്പൻ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ്റെ പേര് പറയത്തില്ല. നിങ്ങളുടെ അകത്ത മനുഷ്യൻ പറയും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യക്തിയെ ഒന്ന് നിങ്ങൾ ശക്തിപ്പെടുത്തിയാൽ, അകത്ത മനുഷ്യനെ ഒന്ന് ശക്തിപ്പെടുത്തിയാൽ, ദൈവത്തിൻ്റെ മകൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കാണിച്ചു തരുവാൻ അകത്ത മനുഷ്യന് കഴിയും. ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് താൻ നമ്മുടെ ആത്മാവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്. പക്ഷെ എൻ്റെ റേഷൻ കാർഡും എൻ്റെ ഐഡന്റിറ്റി കാർഡും എൻ്റെ പാസ്പോർട്ടും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും പറയുന്നു, നീ നിൻ്റെ ലോകത്തിൻ്റെ പിതാവിൻ്റെ മകനാണ്. അതുകൊണ്ട് എന്നാ സംഭവിക്കുമെന്നറിയാവോ? ഈ ലോകത്തിൻ്റെ പിതാവിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ നമുക്ക് പരിമിതിയുണ്ട്. എൻ്റെ അപ്പന് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, എൻ്റെ അപ്പന് വാടക വീടായിരിക്കാം, എൻ്റെ അപ്പന് വലിയ സ്വത്ത് കാണത്തില്ല, എൻ്റെ പിതാവിന് അത്രയും കഴിവൊക്കെ ഉള്ളൂ, അപ്പോൾ എനിക്കും അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് പരിമിതിയില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് പരിമിതിയില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് എവിടെയും ഏത് വിഷയത്തിൻ്റെ മേൽ ജയാളിയാകുവാൻ കഴിയും.
പക്ഷെ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നന്നായിട്ട് വളർന്നു, നമ്മുടെ അകത്ത മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ ഒരു പൊസിഷൻ നമ്മൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുറയുക എന്ന് പറഞ്ഞാൽ അറിവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും എന്ത് ചെയ്യും? ജീവിക്കും. ജീവിക്കുക ഞാൻ ചോദിച്ചോട്ടെ, ജീവിക്കും അവിടെ പിശാച് വന്നിട്ട് പറയുന്നത് യേശുവിന് ഭൗതികമായ വിശപ്പിനെ പറ്റിയാണോ ആത്മീയ വിശപ്പിനെ പറ്റിയാണോ? 40 ദിവസം ഉപവാസം കഴിഞ്ഞതിന് ശേഷം യേശുവിന് എന്തുണ്ടായി? ഭൗതിക വിശപ്പിനെ കുറിച്ച്. ഭൗതിക വിശപ്പ്. അതായത് ആത്മീയ നമുക്ക് വിഷയം. ആത്മീയ വിശപ്പല്ല, ആത്മീയ വിശപ്പല്ല. അവിടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ മത്തായിയുടെ സുവിശേഷത്തിൽ ആ വാക്യം ഒന്ന് എടുത്ത് വേഗത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നെടുത്ത്. അവിടെ ആത്മീയ വിശപ്പല്ല. യേശു 40 ദിവസം രാവും പകലും ഉപവസിച്ചതിന് ശേഷം യേശുവിന് വിശന്നു. ഉടനെ പിശാച് എന്ത് ചെയ്തു? എനിക്ക് കറക്റ്റ് വാക്യം പറഞ്ഞു. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ മത്തായിൽ മാർക്കോസിലൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ കറക്റ്റ് വാക്യം. 4-ാം അധ്യായം. ഓക്കെ, മത്തായി 4:4. മത്തായി 4:4. കറക്റ്റ് വാക്യം പറയണേ. മത്തായിയുടെ 4:4. മത്തായിയുടെ സുവിശേഷം ഇവിടെ 4-ാം അധ്യായത്തിന് കറക്റ്റ് വാക്യം പറയാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അത് വേറെ വാക്യമായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത്. കറക്റ്റ് പറഞ്ഞത് ശ്രദ്ധിച്ചോണം. അപ്പോൾ പരീക്ഷകൻ ഇവിടെ നിങ്ങൾ ഞാൻ വായിച്ചു ഒരു സെക്കൻഡ് ഞാൻ വായിക്കാം. അന്ന് തന്നെ പിശാച് അവനെ പരീക്ഷിക്കേണ്ടതിന് ആത്മാവനെ മറുപടി നടത്തി 40 രാവും 40 പകലും യേശു ഉപവസിച്ചതിന് ശേഷം യേശുവിന് വിശന്നു. ഇത് ഭൗതിക വിശപ്പാണോ ആത്മീയ വിശപ്പാണോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വയറ്റിലെ വിശപ്പാണോ ആത്മീയ വിശപ്പാണോ? വയറ്റിലെ വിശപ്പ്. അപ്പൊ ഉടനെ പിശാച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകനകത്ത് വന്ന് നീ ദൈവപുത്രനെങ്കിൽ, ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പിശാചിന് നമ്മളെക്കാളും അറിവുണ്ട്. അവൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചോണം, പിശാചിന് മനസ്സിലായി ദൈവത്തിന്റെ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം ചെയ്യാൻ പറ്റുന്നവനാ. മനസ്സിലായോ? ലോകത്തിൽ ഒരു മനുഷ്യനും വെട്ടുകല്ലെടുത്തുകൊണ്ട് ബിരിയാണി ആക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും കരിങ്കല്ല് കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അപ്പമാക്കാൻ കഴിയത്തില്ല. പക്ഷെ പിശാചിനറിയാം, ഇവൻ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ പോലും ഇവൻ എന്ത് ചെയ്യാൻ കഴിയും, അപ്പമാക്കി തീർക്കുവാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? പിശാചിന് മനസ്സിലായി, ഒറിജിനൽ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, സ്പിരിച്വൽ മാൻ ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ കഴിയും. പക്ഷെ യേശു അവിടെ അത്ഭുതം ചെയ്യാത്തതിൻ്റെ കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല, പിശാചിൻ്റെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യം അവിടെ ഇല്ല. പകരം യേശു ഒരു മറുപടി പറയുകയാണ്, അതിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുവേ ഇവിടെ ആത്മീയ വിശപ്പിനെ പറ്റി അല്ലല്ലോ പിശാചു പറഞ്ഞത്, കർത്താവിന് വയറ്റിൽ വിശക്കുന്നുണ്ടല്ലോ, ഇതല്ലേ പിശാചു പറഞ്ഞത്? യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ചോണം, നീ വചനം ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഭക്ഷിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ഭൗതികമായിട്ടുള്ള വിശപ്പും ആത്മീയമായിട്ടുള്ള വിശപ്പിനെയും നീ എന്ത് ചെയ്യും, ജയിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ നിങ്ങൾ ബലപ്പെട്ടാൽ ഗുണം എന്നറിയാവോ, നിങ്ങളുടെ പുറമെയുള്ള സകല വിഷയങ്ങളെയും നിങ്ങൾ തൂത്തുവാരി എറിയും. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നത് ചില സഹോദരിമാർ എന്നെ വിളിച്ചിട്ട്, ഇന്ന് സഹോദരി എനിക്ക് തോന്നുന്നത് സുധി സിസ്റ്ററോട് ഞാനിന്ന് പറഞ്ഞായിരുന്നു, സിസ്റ്റർ ഇങ്ങനെ ദർശനങ്ങൾ കാണും. ഒരാളോട് മാത്രം എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് തുറന്നിട്ട് പല കാര്യങ്ങൾ കാണുന്നവരുണ്ട് ഈ ദിവസങ്ങളിൽ. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവം ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനയിൽ പലതും കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിവ് ദൈവം കൊടുത്തു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണുവാനും ലൈഫിൽ ചില ദർശനങ്ങൾ കാണുവാനും ഒക്കെ സഹായിച്ചു. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, പല ആളുകളും വിളിച്ചിട്ട്, ബ്രദറെ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, ബ്രദർ ഒന്ന് പറഞ്ഞു തരണം. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇപ്പം ഞാനത് പറയത്തില്ല. എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം എന്നോടൊരു ദർശനം കണ്ട് എന്നോട് പറയുമ്പോൾ ഞാൻ കർത്താവോട് പറയും, കർത്താവ് എന്താ അതിൻ്റെ അർത്ഥം, ദൈവം അത് എന്നോട് പറഞ്ഞു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും, നാളെ നിങ്ങളെ കാണിക്കും, അത് പറഞ്ഞു തരും. ഒരിക്കലും നിങ്ങൾ വളരത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ ആ ദർശനം കാണിച്ചിട്ട് അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ വളർത്തണം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ വളർത്തുവാൻ പരിശുദ്ധ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ദർശനം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന് കൂടുതൽ ആഴങ്ങളിൽ എനിക്ക് വെളിപ്പെടുത്തി തരണം, എനിക്ക് അടയാളങ്ങൾ തരണം.
അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് കർത്താവ് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അത് കാണിച്ചു തരും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതുമായിട്ട് എന്താ കണക്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും മരിക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയാൾ പോയി, അയ്യോ നമ്മുടെ ചേട്ടൻ ഉണ്ടായിരുന്നു, നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂട്ടുകാരൻ, അവൻ നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നീ അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ എപ്പോഴേലും ഈ രണ്ട് കാര്യങ്ങൾ? ഉണ്ട് ഉണ്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ദർശനങ്ങൾ കാണുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. കാര്യം ദൈവം പിന്നെയും പിന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഗുണം എന്നറിയാവോ? ഇപ്പം നിങ്ങൾ കാണുന്ന ചിലപ്പം ചില ചിത്രങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാത്ത, ഞാൻ ചില സമയത്ത് ചില രൂപങ്ങൾ കാണുമായിരുന്നു ആദ്യ സമയങ്ങളിൽ. അത് വ്യക്തമല്ലായിരുന്നു ചില രൂപങ്ങൾ. കർത്താവ് എനിക്കത് മനസ്സിലാകുന്നില്ല ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങിയപ്പോൾ ആ രൂപങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങളെ ദൈവം കാണിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് മനസ്സിലായി, പല ചിത്രങ്ങൾ, പല രൂപങ്ങൾ, പല സിംബലുകൾ, ഇതൊക്കെയും ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. അത് ബൈബിളിൽ നമുക്ക് പഴയ നിയമത്തിലൊക്കെ കാണാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് അത്രയും കാണുന്നില്ലെങ്കിൽ പോലും പഴയ നിയമത്തിൽ അങ്ങനെ പലതും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവത്തോട് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. പക്ഷെ നമ്മളപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ സഹായത്തിലേക്ക് പോവുക. ഇവിടെ ശ്രദ്ധിച്ചോണം, യേശു പറയുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം. എൻ്റെ അർത്ഥം, എനിക്ക് വേണമെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കാൻ കഴിയും, കാര്യം ഞാൻ ദൈവത്തിന്റെ പുത്രൻ. എൻ്റെ കൂടെ പറഞ്ഞ ദൈവത്തിന്റെ പുത്രന് അസാധ്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് പറ. ദൈവത്തിന്റെ പുത്രന് ദൈവത്തിന്റെ അസാധ്യങ്ങൾ പുത്രന് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ പുത്രന് അസാധ്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുതാൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. അപ്പൊ ശ്രദ്ധിച്ചോണം, യേശുവിനെ വിളിച്ച അതേ പദവി തന്നെയാണ് ദൈവം യേശുവിലൂടെ എന്നോടും പറഞ്ഞു. ഞാൻ എന്നെപ്പറ്റി എന്നാ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് ഉറക്കെ വായിക്കാവോ? നാം പയ്യെ വായിക്കണേ, സ്പീഡ് കുറച്ച്. നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പൊ നാം ആരാന്നാ പറയുന്നത്? മക്കളെങ്കിലോ നാം മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഒന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ എന്താ ബ്രദറെ അകത്ത മനുഷ്യന്റെ ഫുഡ്? വചനത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച വ്യക്തിക്ക് ഇനി മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ചൊവ്വായിലോ മറ്റു ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അവിടുത്തെ ഒരു സർഫസ് നമുക്ക് പറ്റുന്നതല്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് ചേരുന്നതല്ല. നിങ്ങൾ അവിടുത്തെ എന്തെങ്കിലും ചെന്നാൽ അവിടെയുള്ള അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പരിശീലിച്ച നമ്മുടെ ശരീരപ്രകൃതിയിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റുകൾ, ചിലപ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങൾ നമുക്ക് പിടിക്കത്തില്ല, നമ്മൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഭൂമിയിൽ നിന്ന് വന്നതാണോ ദൈവത്തിൽ നിന്ന് വന്നതാണോ? ഉൽപ്പത്തി പുസ്തകപ്രകാരം ദൈവത്തിൽ നിന്ന് വന്നത്. കണ്ടോണം. അപ്പൊ ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന് വളരണമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ഫുഡ് കൊടുത്താലും വളരത്തില്ല. നിങ്ങൾക്കിപ്പം ഇന്ന് നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ അവസരമുണ്ട്. പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരം പുഷ്ടി പ്രാപിക്കും, അല്ലേ? നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഫിറ്റായിട്ട് മാറും. ഇത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അകത്ത മനുഷ്യന് ആഹാരം കൊടുക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള വചനത്തിന് മാത്രമേ ഇത് ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ, ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ നിങ്ങൾ 100 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരു ആമേൻ പറഞ്ഞാൽ അപ്പോൾ അത്ഭുതം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകാം. 5 വയസ്സുള്ള ഒരു കൊച്ചിന് 10 കിലോയുടെ അരിച്ചാക്ക് ചുമക്കാൻ പറ്റുമോ? ഇല്ല. ശ്രദ്ധിച്ചോണം. പക്ഷെ 100 കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് 5 കിലോയുടെ അരിച്ചാക്ക് ചുമക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് വ്യത്യാസം. പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ വർദ്ധിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരം സ്ട്രോങ് ആണ്, പക്ഷെ നമ്മുടെ അകത്ത മനുഷ്യൻ ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുക. അതുകൊണ്ട് പല പ്രതിസന്ധികൾ വരുമ്പോഴും ഒരു കുഞ്ഞ് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ അങ്ങ് തകർന്നു പോകുക. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ വാ തുറന്നാൽ അവർ പറഞ്ഞ എന്നറിയാം, ബ്രദറെ എന്നാണെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പം ഞാൻ ഓർത്തു, എവിടുന്നാ ഇവർക്ക് ഇത്രയും ധൈര്യവും ബലവും ഒക്കെ? ചുറ്റുവട്ടം മുഴുവൻ പ്രശ്നമാണ്. ഇതേ വിഷയമുള്ളവർ വാ വിട്ട് കരയുക.
ബൈബിളും വെച്ചുകൊണ്ട് പറയാം, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നടക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളും വലിയ വിഷയമുള്ളവർ പറയുകയാണ് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായത് 2 പേരുടെ അകത്ത് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പക്ഷെ ഒരാൾ ശക്തിപ്പെടുത്തി മറ്റേയാൾ കെടുത്തിക്കളഞ്ഞു. കെടുത്തിക്കളയാന്നുള്ളതല്ല, വളർത്തുവാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുക. അകത്ത മനുഷ്യൻ ബലപ്പെട്ടാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സങ്കടം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കണ്ണുനീര് വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനുകളെല്ലാം വ്യത്യാസം വരും, അല്ലേ? നമ്മുടെ മുഖത്ത് ചിരി നഷ്ടപ്പെടും, നമ്മുടെ മുഖത്തെ പല ഭാവവ്യത്യാസങ്ങൾ വരും, കണ്ണുനീര് വരും, നമ്മുടെ ശരീരം അങ്ങോട്ട് തളരാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരീരത്തിലല്ല ദുഃഖം വന്നിരിക്കുന്നത്, നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആ വേദന വന്നപ്പോൾ നമുക്ക് കണ്ണുനീരായിട്ടും ശരീരത്തിൻ്റെ അകത്ത് ക്ഷീണങ്ങളായിട്ടും വേദനകളായിട്ടും നൊമ്പരങ്ങളായിട്ടും അസ്വസ്ഥതയായിട്ടും കിടക്കുക. ഇങ്ങനെ കിടക്കുന്ന പെട്ടെന്നൊരു വിഷയം വരുന്ന സമയത്ത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ ആ വിഷമം അകത്തോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നാ വലിയ പ്രശ്നം വന്നാലും യേശു ജീവിക്കുന്നത് കൊണ്ട് ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഞാൻ ഈ സകല വിഷയത്തിൻ്റെ മേലെ അത്ഭുതമായി തീരും. പക്ഷെ അകത്ത മനുഷ്യന് ബലമില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ മനസ്സും ഇവർ 3 പേരും ചേർന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ നിരാശയുടെ വാക്കുകൾ പറയും, നമ്മൾ തകർന്ന് തരിപ്പടമായിട്ട് പോകും, നമുക്കൊരിക്കലും കയറി വരാൻ കഴിയത്തില്ല. ഇവിടെ നാം എന്ത് ചെയ്യണം? ബലപ്പെടണം. ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്യാൻസറിൻ്റെ അവസാന ഘട്ടം കഴിഞ്ഞ ആളുകൾ, അവർക്കിനി മരുന്നില്ല, ചികിത്സയില്ല, ഡോക്ടർ തന്നെ പറയും ഇനി 3-2 മാസം നിങ്ങൾ ജീവിക്കത്തുള്ളൂ, ഇതിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കത്തില്ല, നിങ്ങൾ മരിക്കുമെന്ന് വിധി പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബ്രദറോ ഏതെങ്കിലും ഒരു സുവിശേഷം വന്നിട്ട് പറയും യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം നടക്കും, അത്ഭുതം നടക്കും. അവരത് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. ഒരു ക്യാൻസർ രോഗി 4th സ്റ്റേജിലൊക്കെ നിൽക്കുന്ന സമയത്ത്, മരണത്തോട് അവസാനമായിട്ട് മല്ലി പിടിച്ചിരിക്കുന്ന സമയത്ത് ശരീരം ബലമില്ല, മനസ്സ് മൊത്തവും തകർന്ന് തരിപ്പടമായിട്ട് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു. പിന്നെ ആരാണ് യേശുവിൻ്റെ വചനത്തെ സ്വീകരിച്ചത്? സത്യത്തിൽ വചനം ആർക്കേ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ? ആന്തരിക മനസ്സിന്, അകത്തെ മനുഷ്യന്. അകത്ത മനുഷ്യൻ. ഈ പുള്ളിയിലോട്ട് ഈ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുന്നു അറിയാവോ? നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ വചനത്തെ അങ്ങോട്ട് പകരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്തിരുന്നുകൊണ്ട് ആരോ ഓർമ്മപ്പെടുത്തുന്ന പോലെ വചനങ്ങൾ പൊങ്ങി വരുന്ന അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഏതൊക്കെയോ വചനങ്ങൾ ഓർത്തു വന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ എവിടെയൊക്കെയോ വളർന്നിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ചത്താ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അകത്ത മനുഷ്യൻ ഇപ്പോഴും എന്ത് ചെയ്തേക്കുക? കുഞ്ഞായിട്ടിരിക്കുക. പക്ഷെ ഏതൊക്കെയോ സമയത്ത് ബ്രദറെ തകർന്നിരിക്കുമ്പോഴും മനസ്സും അടുത്തിരിക്കുമ്പോഴും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറയുകയാണ് യേശു ജീവിക്കുന്നു. ഏതൊക്കെയോ വചനങ്ങൾ പൊങ്ങി വരുവാണെങ്കിൽ ഉറപ്പിച്ചു, നിങ്ങളുടെ അകത്ത മനുഷ്യൻ എവിടെയൊക്കെയോ ബലപ്പെട്ടിട്ടുണ്ട്. ഈ പുള്ളി ഒന്ന് കൂടുതൽ ബലപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവർ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ കാണുന്നുണ്ട് അത്ഭുതം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിയമേ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നാളെ മുതൽ പ്രാർത്ഥനയ്ക്ക് തീരുമാനിക്കാം. അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ആ പ്രശ്നം വന്നപ്പോൾ അവർ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടുതൽ വചനം കേൾക്കാൻ തുടങ്ങി, കൂടുതൽ വചനം പറയാൻ തുടങ്ങി, കൂടുതൽ ദൈവത്തോട് ചേരാൻ തുടങ്ങിയപ്പോൾ അകത്ത മനുഷ്യൻ ബലപ്പെട്ടപ്പോൾ പിശാചി ചോദിച്ച ചോദ്യം ഇതാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് നിനക്ക് അപ്പമാക്കാൻ പറ്റും. മനസ്സിലായോ? അകത്ത മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രശ്നത്തെയും വെട്ടിക്കീറി മുന്നോട്ട് പോകാൻ പറ്റും. ഇത് പിശാചിന് അറിയാം. നമ്മളെക്കാൾ അറിവുണ്ട് പിശാചിന്. ദൈവത്തിൽ നിന്ന് വന്ന നമ്മുടെ അകത്ത മനുഷ്യനൊന്ന് സ്ട്രോങ് ആയി. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത്, എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, ഇവിടെ ഈ വചനം ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. മനസ്സിലായോ? ബലപ്പെടണം. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ തളർന്നു പോകുമ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും ചിലർ പറയും, ചിലർ കണ്ടിട്ടുണ്ട് പരീക്ഷയുടെ സമയമാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കാൻ വരുന്നവർ എനിക്കറിയാം. പിന്നീട് ഒരു പ്രാർത്ഥനയൊന്നുമില്ല. പരീക്ഷ കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? പിന്നെ അതെല്ലാം മറക്കും. അടുത്ത പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് പിന്നെ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാർത്ഥനയും പോകും. അങ്ങനെയുള്ളവരെ സംഭവിക്കുന്നത് അവരുടെ അകത്ത മനുഷ്യൻ ആക്റ്റീവ് ആകത്തില്ല.
പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അവർ തകർന്നു പോകും, തരിപ്പടമായി പോകും. അവർക്കൊരിക്കലും കയറി വരാൻ കഴിയത്തില്ല. ഞാൻ ഉദാഹരണമായിട്ടാണ് പരീക്ഷ മാത്രം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ അകത്ത മനുഷ്യന് സ്ട്രോങ് ആവും. എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാവോ? പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തെ അകത്ത മനുഷ്യൻ ബലപ്പെടുത്തും. പ്രശ്നങ്ങൾ വരുമ്പോൾ അകത്ത മനുഷ്യൻ നിങ്ങളെ ബലപ്പെടുത്തും. കാര്യം പരിശുദ്ധ ആത്മാവ് കണക്ട് ചെയ്തിരിക്കുന്നത് അകത്ത മനുഷ്യനിലാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇപ്പം എനിക്കൊന്ന് സൂമിൽ ഇപ്പോൾ 100 പേരോളം കൂടുന്നുണ്ട്. എനിക്കൊന്ന് 100 ആണ് നമ്മുടെ സൂമിൻ്റെ കപ്പാസിറ്റി. അതിന് ഇനി കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്കിൽ കയറാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. 100 കഴിഞ്ഞതുകൊണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരത്തില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് ഇതുപോലെ നമുക്ക് അടുത്ത ദിവസം പോലെ അത് കവർ ചെയ്യാം. ഞാനത് ഇതിൻ്റെ കപ്പാസിറ്റി ഇപ്പം 100 ആണ്. അപ്പോൾ ഓർത്തോണം, നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വർദ്ധിക്കും. അതുകൊണ്ട് ഇനി കയറാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. പുതിയതായിട്ട് ആൾക്കാർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്, 100 ആയതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, എനിക്കിതെങ്ങനെ മനസ്സിലായെന്നറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ തകർന്ന് തരിപ്പടമായിരിക്കുന്ന സമയത്താണ് ഞാൻ യേശുവിലേക്ക് വരുന്നത്. എൻ്റെ ഉള്ളിൽ അതുവരെ കിട്ടാത്തൊരു സമാധാനം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഞാൻ അതുവരെ പലരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ അവരോട് ചോദിക്കും, സഹോദരൻ എനിക്കറിയത്തില്ല, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അവർ പറയും, അയ്യോ അത് എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒരു രോഗിയെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിർബന്ധം ഉണ്ടാവുക. അങ്ങനെ പല കാര്യങ്ങൾ എന്നിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇത് നാച്ചുറലായിട്ടല്ലോ സംഭവിക്കുന്നത്. എനിക്കന്ന് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഉള്ളിലേക്ക് യേശു വരുമ്പോൾ നമ്മുടെ അകത്തെ കെട്ടുപോയ ദീപം പ്രകാശമാക്കും. എന്നാൽ ഈ ഒരു തീയെ നമ്മൾ കൂടുതൽ ആളി കത്തിക്കുമ്പോൾ, അതാണ് അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരയുന്ന പല വിഷയമുണ്ടല്ലോ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ ഗുണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കരയത്തില്ല. ഇപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഇപ്പോൾ ചത്തുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ, അകത്ത മനുഷ്യൻ ബലപ്പെട്ട, ഇനി ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും എനിക്കൊരു കാര്യം ഉറപ്പാ, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടുന്ന് ഈ ധൈര്യം കിട്ടിയത്, എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന് അറിയുമ്പോൾ ആ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആയി. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിക്കും, ബ്രദർ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ളതാണോ? ഉള്ളതാന്നേ. മരണ വീട്ടിൽ പോയാൽ മതി. അത്രയും നേരം പത്രം വായിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മരിച്ചുപോയി, ആ വ്യക്തി നമ്മളെ വിട്ട് പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടി ചെല്ലുമ്പോൾ ആ വ്യക്തി അവിടെ കിടപ്പുണ്ട് പെട്ടിക്കകത്ത്. മൊബൈൽ മോർച്ചറിക്കകത്ത് നല്ല ഒന്നാന്തരമായിട്ട് കിടക്കുക. അപ്പോൾ ഒരു ചോദ്യം, പോയ ആളെങ്ങനെ കിടക്കുന്നത്? അപ്പം അവർ പറയും, അയാളുടെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഇത് എവിടുന്ന് വന്നതെന്നറിയാവോ? ഭൂമിയിൽ നിന്ന് വന്നതല്ല, ഇത് ദൈവത്തിൽ നിന്ന് വന്നതാ. ഈ വ്യക്തിത്വത്തിന് വേണ്ട, നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് ഇയാള്. ഈ വ്യക്തിത്വത്തെ ഒന്ന് ബലപ്പെടുത്തിയാൽ, ഇത് പിശാചിന് ഈ മർമ്മം അറിയാവുന്നത് കൊണ്ടാണ് ഈ വന്ന് ചോദിക്കുകയാണ് ഇവൻ. യേശു ക്ഷീണിച്ചിരിക്കുന്ന കണ്ടപ്പം പിശാചിന് മനസ്സിലായി, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ ക്ഷീണത്തെ ഇവൻ ഓവർകം ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞ്, ക്ഷീണങ്ങളെ ഓവർകം ചെയ്യുവാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രന്മാർ കഴിയുമെന്ന് പറ. ക്ഷീണത്തെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ പുത്രന്മാർക്ക് ഈ ഒരു കാര്യത്തിൽ പിശാചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഒരു കാര്യത്തിൽ മാത്രം. കാര്യം നമ്മളെക്കാൾ ഭയങ്കര ഉറപ്പാ നമ്മുടെ അകത്ത മനുഷ്യനെയും ദൈവത്തെ പറ്റി പുള്ളിക്കുള്ളത്. കാരണം യേശു 40 ദിവസമായിട്ട് മരുഭൂമിയിലാന്ന് ഓർത്തോണം. 40 ദിവസമായിട്ട് രാവും പകലും ഒരാഹാരവും കഴിക്കാതെ ഉപവാസത്തിലാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ടാവും? 40 ദിവസം ആഹാരം വെള്ളവും ഒന്നും കഴിക്കാതെ വരുമ്പോൾ ഉപവസിക്കുമ്പോൾ അവിടെ ക്ഷീണം ഉണ്ടാവും. അപ്പം പിശാചിന് മനസ്സിലായി, മനുഷ്യനാണെങ്കിൽ ആ മരുഭൂമിയിൽ കടന്ന് തീരും. ഇതാരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാം ചില വാക്കുകൾ കേട്ട്, നീ ഇവിടം കൊണ്ട് തീരുവെന്ന് നിങ്ങളെപ്പറ്റി ആരൊക്കെയോ പ്രാഗി വിട്ട വാക്കുകൾ, നീ ഇവിടെ കടന്ന് തീരത്തെയുള്ളെന്ന് ശപിച്ചു വിട്ട ചിലരുടെ നടുവിൽ ദൈവം നിങ്ങളെ വളർത്താനും ഉയർത്താനും എനിക്കറിയത്തില്ല, കർത്താവ് ആരോടൊക്കെയോ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഒരു സിന്ധുവിനോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഉയർത്തും ദൈവം. തകർന്ന അവസ്ഥകളെ ദൈവം പണിതെടുക്കും. ഉള്ളിൽ കർത്താവ് പറയുക, ഒരു എലിസബത്തിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാം. ആ എലിസബത്തിന്റെ കുടുംബത്തിൽ ഒരു മകളുണ്ട്, ഒരു പെൺമകളുണ്ട്. ആ കുടുംബത്തിൽ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, അവളുടെ ഭാവിയെ ദൈവം തൊടാൻ പോവുക. അവളെ ഓർത്ത് നിരാശപ്പെട്ട് കരയുക. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എലിസബത്തെ, നിന്റെ മകളുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കാൻ പോവുക. അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം, കർത്താവ് തൊടാൻ പോവുക. ആമേൻ. നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുക. ഇനി ദിവസങ്ങളിൽ കർത്താവിനോട് പറയുന്നു, ഒരു മതില് കെട്ടിയത് നിമിത്തം
വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് കെട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയായല്ലെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അത് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തമ്പുരാൻ തൊടുക. നിന്റെ പ്രശ്നത്തെ യേശു ഏറ്റെടുക്കാൻ പോവുക. നിനക്കെതിരെ ഉറ്റുനോക്കി വെല്ലുവിളിക്കുന്ന സകല നാവുകളെയും ദൈവം അടയ്ക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ദൈവം ചെയ്യാൻ പോവുക. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഫ്ലോ ഉണ്ട് ഇതിന്റെ അകത്ത്. ആമേൻ, രോഗികളോട് ഭാരപ്പെടുന്നവർ വേഗത്തിൽ കൈവച്ചു. അത്ഭുത സൗഖ്യം ആമേൻ. നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. സ്തോത്രം, അത്ഭുതങ്ങൾ സ്തോത്രം. നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ആമേൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു വീട് സ്തോത്രം, കർത്താവ് എന്നെ സ്തോത്രം. കാണിക്കുക. ആ വീടിന്റെ അവിടെ യേശുവേ. ഒരു ടിവിയുടെ മുകളിൽ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ഭാര്യയുടെയും ഭർത്താവിന്റെ ടിവിയുടെ മുകളിൽ അത് വെച്ചിരിക്കുക. ടിവിയുടെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കാണുക യേശുവിന്റെ നാമത്തിൽ. ടിവിയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഷെൽഫിലായിരിക്കാം, പക്ഷെ അത് ടിവിയുടെ തൊട്ടുമുകളിലാണ് ഞാൻ കാണുന്നത്. ആമേൻ. ഓ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. എന്നെ കാണുന്നു. അങ്ങോട്ട് കർത്താവ് എന്നെ ഫോക്കസ് ചെയ്തിട്ട് പറയാം, ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആ മകന്റെ വിഷയത്തെ ഓർത്ത് കരയുന്ന ഒരു മാതാവിനെ ദൈവം തൊടുക. കർത്താവ് എന്ന് സ്പർശിക്കുക. ദൈവം എന്ന് സ്പർശിക്കുക. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചതിനെ ഞങ്ങൾ മുറുക്കെ പിടിക്കുന്നപ്പ തകർന്നു പോകത്തില്ല. ആ മകന്റെ ഭാവിയെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. 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 ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹല്ലേലൂയ. അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനാണ് ഈ വചനം കേൾക്കാൻ വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ വചനം കേട്ടാൽ നിങ്ങളുടെ കടഭാരം എങ്ങനെയാണ് മാറുന്നത്? നിങ്ങളൊന്ന് കോമൺ സെൻസ് ചിന്തിച്ചു നോക്കി. കോമൺ സെൻസ് ഉപയോഗിക്കാൻ പോകും നമ്മുടെ കോമൺ സെൻസ്. നിങ്ങൾ വലിയ പ്രശ്നത്തിൻ്റെ അകത്ത് ചിലപ്പോൾ രോഗമാകാം, കടഭാരമാകാം, കുടുംബ വിഷയമാകാം, തലമുറയുടെ വിഷയമാകാം. ഇത്രയും ഭയങ്കര വിഷയത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ബൈബിൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പുറകെ പോരുന്നുണ്ട്, ഏതെങ്കിലും ഒരു ബ്രദർ ഭയങ്കര പ്രസംഗമാണ്. ഞാൻ ചോദിച്ചോട്ടെ, കോമൺ സെൻസ് ഉള്ള ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ഭയങ്കര പ്രശ്നം നടക്കുമ്പം ഈ ബൈബിളും എടുത്തുകൊണ്ട് ഈ 3-4 മണിക്കൂർ ഈ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നിരുന്നാൽ എന്ത് കിട്ടാനാ? മാനുഷിക ബുദ്ധി പറയും ഒന്നും കിട്ടാനില്ല, വെറുതെ സമയം കളയുക. പക്ഷെ ബൈബിൾ പറയുന്നു ഈ വചനം മുഴുവൻ പിടിച്ചെടുക്കുന്ന അകത്തൊരു മനുഷ്യനുണ്ട്. ഇന്നർ മാൻ, ദൈവത്തിന്റെ മനുഷ്യൻ, ആമേൻ ആമേൻ ദൈവത്തിന്റെ മനുഷ്യൻ. ബൈബിൾ പറയുന്നു വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുന്ന ഒരു മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? പാല് കുടിച്ചു വളരുന്ന ഒരു മനുഷ്യൻ. യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായുതല സകല വചനത്താലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ അകത്തുണ്ട്. ഈ പുള്ളിക്കകത്തോട്ട് വചനം ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കുക അറിയാവോ? ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങും ഈ അകത്ത മനുഷ്യൻ. ഇവിടെ എന്നാ സംഭവിക്കുക അറിയാവോ? ഈ പുള്ളി ആക്റ്റീവ് ആയാൽ നിങ്ങളുടെ സകല വിഷയത്തിന്റെ മേൽ നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും യേശു പ്രവർത്തിക്കും, യേശു പ്രവർത്തിക്കും, യേശു പ്രവർത്തിക്കും. ഈ പുള്ളി ഡൗൺ ആയാൽ, ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യൻ ഡൗൺ ആയാൽ നമ്മുടെ മനസ്സും ശരീരവും പൊങ്ങി വന്നിട്ട് പറയും ഇപ്പൊ ചത്തേക്കാം. ഓ ഇനി എന്നാ ജീവിക്കാനാ, ഇനി എങ്ങനെ ജീവിക്കാനാ, വയസ്സായി, ചാകാറായി, ജീവിതം തീർന്നു. ഇത് സംസാരിക്കുന്ന അകത്ത മനുഷ്യനല്ല. ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നെടുത്ത ഈ പ്രതിമയിൽ നിന്നുണ്ടായ ചിന്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ ഇതൊന്നും ശരിയാകാൻ പോണില്ല. കാര്യം പുള്ളി നോക്കിയിട്ട് ഭൂമി തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അകത്ത മനുഷ്യൻ തപ്പുന്നത് മുഴുവൻ സ്വർഗത്തിലോട്ടാ. അകത്ത മനുഷ്യൻ സ്വർഗത്തിൽ നോക്കിയപ്പോൾ ദൈവം ഇരിക്കുന്നു. ആഹാ, അകത്ത മനുഷ്യൻ പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ മനസ്സ് തപ്പുന്ന മുഴുവൻ ഭൂമിയില്ല. ഓഫീസിൽ പോയി അടച്ചിട്ടേക്കുന്നു. ഞാൻ മുട്ടാവുന്ന വാതിലെല്ലാം മുട്ടി, അവരെല്ലാം പറഞ്ഞു ഒരു രക്ഷയില്ല. അകത്ത മനുഷ്യൻ പറയുന്നു നീ സ്വർഗത്തിലോട്ട് നോക്ക്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ബൈബിളിൽ പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അത് ചിന്തിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അത് ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളത് എൻ്റെ അകത്ത മനുഷ്യന് മാത്രമേ, ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ അംഗീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിലൊന്നും പലപ്പോഴും നിങ്ങൾ പറയും ബ്രദറെ ഈ വചനമെല്ലാം കേട്ടിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ വിഷയങ്ങൾ റെഡിയാകാതെ വരുന്നത് എന്ന് ചിലർ ചോദിക്കും. ഞാൻ അവരോടും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെയും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം. ഈ വചനം ഞാൻ എൻ്റെ ആത്മാവിന് കൊടുക്കുന്ന ആഹാരമാണ്.
ഈ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാ അല്ലേ, മരിച്ചു പോകുന്നൊക്കെ നമുക്ക് പേടിയല്ല. നമ്മുടെ അകത്ത മനുഷ്യന് വിശപ്പുണ്ട്. ഈ പുള്ളിയെ പട്ടിണിക്കിട്ടാൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ? തളർന്നു പോകും. ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ചു, 5-6 ദിവസം ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റുമില്ലയോ? ഇല്ല. ഇല്ല. നിങ്ങളുടെ ശരീരം തളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ ഓടിപ്പോയി ആഹാരം എല്ലാം എടുത്ത് ഭക്ഷിച്ച് വെള്ളം കുടിച്ച് അതെന്തൊക്കെയാണോ കഴിക്കാൻ കിട്ടുന്നത് ഇതെല്ലാം കഴിച്ചൊരു ബലം കിട്ടും. ബലം കിട്ടുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു സ്ട്രെങ്ത് ലഭിക്കും. ഇതേപോലെ തന്നെ അകത്ത മനുഷ്യനോട് എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ എന്താണോ, ഏത് സിറ്റുവേഷനിലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തെ നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുക അല്ലേ. എന്നാൽ ആ വിഷയത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങണം. വചനങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങണം. ഈ പുള്ളിയെ ഒന്ന് ആളിക്കത്തിച്ചാൽ, അകത്ത മനുഷ്യനെ ഒന്ന് ആളിക്കത്തിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒത്തിരി കഴിവുകൾ അകത്ത മനുഷ്യനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചില പടത്തില്ല, അവന് ഭയങ്കര കഴിവുണ്ട്. പടം വരയ്ക്കാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഒത്തിരി കഴിവുകളുള്ള മനുഷ്യന്മാരുണ്ട്. ഇതേപോലെ നിങ്ങളുടെ അകത്ത മനുഷ്യന് ഒത്തിരി കഴിവുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ളത് മുഴുവനും പകരപ്പെട്ടിരിക്കുന്നത് ഈ മനുഷ്യനിലോട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുകൊണ്ടാണ് പിശാചു വന്നിട്ട് പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ നിങ്ങൾ ആ വാക്യം ഒന്ന് എൻ്റെ കൂടെ വായിക്കാൻ പറ്റുമോ? 3-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? ഈ 3-ാം വാക്യം ഒന്ന് വായിച്ച്. 3-ാം വാക്യം ഒന്ന് വായിച്ച്. പോയി. ആ വാക്യം ഒന്ന് വായിച്ച്. 3-ാം വാക്യം 4:3 കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായിരിക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനു അവൻ മനുഷ്യനെ അപ്പം കൊണ്ട് മതി സിസ്റ്റർ. ഇവിടെ വചനം പറയണം. അപ്പോൾ പരീക്ഷകൻ വന്നിട്ട് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ അപേക്ഷിക്കുക എന്നല്ല, കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പിശാചിനറിയാം, ദൈവപുത്രന്മാര് കൽപ്പിച്ചാൽ അവിടെ എന്തുണ്ടാവും? അത്ഭുതങ്ങളുണ്ടാവും. ശ്രദ്ധിച്ചോണം. ഇത് പിശാചിന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി പരീക്ഷിക്കാൻ വന്നത്. എന്താണ് ഈ പരീക്ഷ? ടെസ്റ്റ് ചെയ്യാൻ വന്നതാ. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇപ്പൊ മനസ്സിലായോ? ഒറിജിനൽ ആണെങ്കിൽ പിശാച് പറയുകയാണ്, ഒറിജിനൽ ആണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ എന്താ മാർഗം എന്നറിയാവോ? വചനം കേൾക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒറിജിനലാ. മനസ്സിലായോ? വചനം കേൾക്കാൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞ വാക്ക് ചോദിച്ചു നോക്കിയേ, മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനത്താലും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അകത്ത മനുഷ്യൻ കത്താത്തവരെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥനയ്ക്ക് കയറി വചനം കേൾക്കുന്നു പറഞ്ഞാൽ, ഓ ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സമയമില്ല. അതിൻ്റെ അർത്ഥം അകത്ത മനുഷ്യൻ കത്തിയിട്ടില്ല, അവൻ ആഗ്രഹം വരുന്നില്ല. എന്നാൽ ചിലരുണ്ട്, ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറാം, ഞാൻ വചനം കേൾക്കാം. വചനം കേട്ട് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ദിവസം വചനം കേൾക്കാൻ വേണ്ടി വന്നാരാ? കുറേ നാളായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ 1-2 ദിവസം കേട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരുന്ന ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? ഇരുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല ബ്രദറെ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ സൂക്ഷിച്ചോണം. അതിന്റെ കാര്യം എന്നറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യനൊരു ദാഹം തുടങ്ങി, വിശപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. കൂടുതൽ കൂട്ടായ്മ വേണമെന്നും കൂടുതൽ വചനം കേൾക്കണമെന്നും കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും. ശരീരത്തിൽ ക്ഷീണങ്ങൾ വരുമായിരിക്കും, മനസ്സിൽ ദുഃഖങ്ങൾ വന്നേക്കാം, പക്ഷെ വീണ്ടും ഒരു ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു ആർത്തി ഉണ്ടാകുന്നുണ്ടോ? വചനം കേൾക്കാൻ ഒരു ആർത്തി. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയോ തന്നെ എനിക്ക് അറിയത്തില്ല. ഒരു ആർത്തി ഉണ്ടാകുന്നുണ്ടോ? ആർത്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെക്കാൾ അപ്പുറം നിൽക്കുന്ന ഒരു സംഭവം ആർത്തി എന്നൊക്കെ പറയുന്നത്. കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? എന്നാ ഉറപ്പിച്ചു, ഈ പുള്ളി ആഗ്രഹിക്കുക, ഒന്ന് ബലപ്പെട്ടിട്ട് ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അകത്ത മനുഷ്യൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അകത്ത മനുഷ്യൻ എന്തോ. അതുകൊണ്ടാണ് ഈ ആർത്തി നമുക്കുണ്ടാകുന്നത്. വചനം കേൾക്കാൻ ഭയങ്കര ആഗ്രഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, അകത്ത മനുഷ്യന് എന്തോ ഒരു തീക്ഷ്ണത ഉണ്ടായി, എനിക്കൊന്ന് വളർക്കണം, എനിക്കൊന്ന് ശക്തി പ്രാപിക്കണം. എന്തിനാണെന്നറിയാവോ? ഈ സകല വിഷയത്തെ ഒന്ന് ഉടച്ചു മാറ്റാൻ. ആമേൻ.
ആമേൻ ആമേൻ ഹാലേ. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ശക്തിപ്പെടുത്തണം. ഇപ്പൊ Amen. മനസ്സിലായോ? ശക്തിപ്പെടുത്തണം. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഇന്ന് ആരോടൊക്കെയാ പറയുക, യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശക്തിപ്പെട്ടെ. കുടുംബത്തിനകത്ത് ഒന്നിനു പുറകെ ഓരോ ആമേൻ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്, ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്, നമുക്ക് ഇവിടം വെച്ച് അങ്ങ് എല്ലാം നിർത്തിയേക്കാന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് എപ്പോഴും അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്ന ചില കുടുംബത്തിന്റെ മേൽ ഐക്യത വെളിപ്പെടാൻ പോവുക. നിങ്ങളെ കലക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകാൻ പോവുക. ആമേൻ ആമേൻ. ആമേൻ 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 ഇവിടെ Amen. ശ്രദ്ധിച്ചോണം. Amen. പരീക്ഷകനായ പിശാശ് വന്നിട്ട് പറയുക, അപ്പൊ പിശാശിന് മനസ്സിലായി ദൈവത്തിന്റെ പുത്രന്മാർക്ക് കൽപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ഒരു വസ്തുവിന് രൂപം മാറ്റാൻ കപ്പാസിറ്റി ഉണ്ട്. ദൈവത്തിലുള്ള മക്കളെ പറ്റി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന്റെ കപ്പാസിറ്റി പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നത്, നീ ദൈവത്തിന്റെ പുത്രനാ, ദൈവത്തിന്റെ പുത്രനാ, ദൈവത്തിന്റെ പുത്രനാ, നമ്മളോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പിശാശ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓ നീ ഇന്നയാളുടെ മോളല്ലേ, നീ ആ ബ്രദർ എടുത്ത് പ്രാർത്ഥിക്കാൻ പോ, ഈ ബ്രദർ എടുത്ത് പ്രാർത്ഥിക്കാൻ പോ, അവിടെ ചെല്ല് ഇവിടെ ചെല്ല്, കറങ്ങിക്കൊണ്ടിരിക്കുക, അവിടെ നിൽക്ക്, എന്നിട്ട് തിരിച്ചറിയേ, വചനം അങ്ങോട്ട് ഭക്ഷിച്ചിട്ട് പറ, ഞാൻ പറഞ്ഞാലും അത്ഭുതം ഉണ്ടാകും. എൻ്റെ കൂടെ പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാലും അത്ഭുതം ഉണ്ടാകും എന്ന് പറ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ഞാൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും അത്ഭുതം അത്ഭുതം ഉണ്ടാകും. ഉണ്ടാകും. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില സാഹചര്യം വന്ന സമയത്ത് എനിക്കറിയാവുന്ന പല ബ്രദർമാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, എനിക്കറിയാവുന്ന സകല പ്രവാചകന്മാരായ ബ്രദർമാരെ വിളിച്ചിട്ട് ഇവർക്കൊന്നും ഒരു മറുപടിയില്ല. പലരും ഫോൺ പോലും എടുക്കുന്നില്ല, പലരും അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ വളരെ സങ്കടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവ് ഇവരെന്തുകൊണ്ടാണ്, അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഇതൊക്കെ എന്നാ പ്രാർത്ഥനക്കാരാണ്. ഞാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ ചിലപ്പോൾ എന്നെ പറ്റി പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ, എന്തൊരു പ്രാർത്ഥനക്കാരനാ, വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരാരും ഫോൺ എടുക്കാതെ, ഇവരാരും മറുപടി തരാതിരുന്നപ്പം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് വചനം ഞാൻ എൻ്റെ വൈഫും കുടുംബമായിട്ട് പറയാൻ തുടങ്ങി, വചനം പ്രഖ്യാപിക്കാൻ തുടങ്ങി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ദൈവം തന്നെയാണ് ചിലതിനെ അടച്ചത്. അവർ ചിലപ്പോൾ ഫോൺ എടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും അവരെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം ഞാൻ മകനെ പോലെ പെരുമാറാനാ, ഈ കല്ലുകളെ അപ്പമാക്കാനാ, ഈ പ്രതിസന്ധികളെ മറികടക്കാനാ, ഈ സകല വിഷയത്തെ ജയാളിയായി മാറാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ആമേൻ ഇതുകൊണ്ടാണ് പരീക്ഷകൻ വന്നിട്ട് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കിടക്കുന്ന കല്ലുണ്ടല്ലോ ഇതിന് രൂപം മാറിയിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ സകല വിഷയത്തെയും തള്ളി പുറത്താക്കി അത്ഭുതം കാണാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ അകത്ത മനുഷ്യൻ ക്ഷയിച്ചിരിക്കുക. ഇതുവരെ ഞാൻ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ 3 നേരം ആഹാരം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നോ രണ്ടോ പേരോ ഉള്ളോ? 4 നേരം ഉണ്ടോ? ഉണ്ട് 5 നേരം ഉണ്ടോ? 4-5 നേരം കഴിക്കും. 4-5 നേരം ഒക്കെ ഉണ്ട് അല്ലേ? ഒത്തിരി ആയണ്ട, ഒത്തിരി ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാകത്തില്ല. 3 നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും കഴിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 2 നേരം കഴിക്കാതിരിക്കാത്ത തന്നെ നിങ്ങൾ? 2 നേരം കഴിക്കും, 1 നേരം കഴിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടാവും. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ദാഹം ഉണ്ടാവും. ഉടനെ നമ്മൾ ഓടിപ്പോയിട്ട് ആഹാരം വെച്ച് കഴിക്കും അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ കഴിക്കുന്നത്? ബലപ്പെടാൻ, ശരീരത്തിന് ശക്തിപ്പെടാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അകത്ത മനുഷ്യന് ഇതുപോലെ വചനം കൊടുക്കുന്നുണ്ടോ? ബ്രദറെ, ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട് ബ്രദറെ, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ സകല വിഷയങ്ങളെയും പുറത്ത് തള്ളിക്കളയാൻ കപ്പാസിറ്റി ഉള്ള ഒരു അകത്ത മനുഷ്യൻ നമുക്കുണ്ട്, ആത്മീയ മനുഷ്യൻ. ഈ പുള്ളിക്ക് നല്ലപോലെ ആഹാരം കൊടുത്താലുണ്ടല്ലോ, ഈ പുള്ളി ഒന്ന് ബലപ്പെടുത്തിയാലുണ്ടല്ലോ, ഈ പുള്ളി ബലപ്പെട്ടാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു വിഷയം വരുമ്പോൾ അകത്തിരുന്നോണ്ട് പറയും, നീ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ നാവിനോട് പറയും, വാ തുറന്ന് കൽപ്പിക്കാൻ പറയും. നമ്മുടെ കൈയോട് പറയും, കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. നമ്മുടെ മനസ്സിനോട് പറയും, യേശുവിന്റെ നാമത്തിൽ പുറത്താക്കാൻ പറയും. അകത്തിരുന്നുകൊണ്ട് പറയും. ഈ പുള്ളി നമ്മളെ ബലപ്പെടുത്തും, ഈ പുള്ളി നമ്മളെ ശക്തിപ്പെടുത്തും. ഈ പുള്ളി പറയും, യേശുവുണ്ട്, യേശുവുണ്ട്, യേശുവുണ്ട്. നിന്നെ കൈവിടാത്തവൻ, നിന്നെ ഉപേക്ഷിക്കാത്തവൻ, നിന്നെ മാറാത്തവനായ യേശു ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കേൾക്കാൻ പറ്റാത്തതിന്റെ കാരണം, അതിനേക്കാൾ വലിപ്പത്തിൽ നമ്മുടെ മനസ്സും ശരീരവും വളർന്നിരിക്കുക. അപ്പൊ എന്നാ പറ്റുമെന്നറിയാവോ? ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് തളർന്നങ്ങ് വീഴും നമ്മൾ. യൂണിറ്റ് ഒന്ന് കൽപ്പിച്ചേ,
എണീറ്റ് നിന്ന് കൽപ്പിച്ചേ. അതിന് ബലം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പുഷ്ടി പ്രാപിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വചനം കൂടുതൽ കേൾക്കണം, പ്രാർത്ഥന കർത്താവ് എൻ്റെ അകത്ത മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ വചനം മറക്കരുത്. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലത്തോടെ ശക്തിയോടെ ബലപ്പെടണം, ശക്തിയോടെ ഒന്ന് ബലപ്പെടണം. ആരാധന യേശുവേ, ശക്തിയോടെ ഇന്ന് ബലപ്പെടുത്തുന്ന അകത്ത മനുഷ്യൻ. മറക്കരുത്, ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സകല വിഷയങ്ങളെ പുറത്തു വരുവാൻ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, ശക്തീകരിക്കുന്ന കർത്താവുണ്ട്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ, ഇന്ന് കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോവാ, ദൈവാത്മാവിന് തൊടാൻ പോവാ. ഇന്ന് കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവൃത്തികളെ വെളിപ്പെടാൻ പോവാ. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, 2016 ഒരു കല്യാണ ആൽബം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 2016 ഒരു കല്യാണ ആൽബത്തിൻ്റെ അകത്ത് ആ ആൽബത്തിൻ്റെ ഉടമസ്ഥൻ്റെ കുടുംബജീവിതം ഇന്ന് ഭവനത്തിരിപ്പുണ്ട്. ഒരു റെഡ് കളറിലെ കവറാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം വല്ലാതെ തകർന്ന ചില അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഓ യേശുവേ, ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കുക. നിങ്ങളുടെ മകനാകാം, മകളാകാം, എനിക്കറിയത്തില്ല. ആ ഒരു റെഡ് കളറിലാണ് എൻ്റെ കവറിങ് ഇരിക്കുന്നത്. 2016 നടന്നൊരു വിവാഹമാണ്. സൂമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലോട്ടെ ഏറ്റെടുത്താട്ടെ. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ആ കുടുംബജീവിതം, ആ വിവാഹ ബന്ധം നിമിത്തം ഉണ്ടായ ചില ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ കുടുംബത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയിരിക്കുക. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തിൻ്റെ ദൈവം കുടുംബത്തിൻ്റെ മേൽ സ്പർശിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ബലപ്പെടട്ടെ. എന്നെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ഒന്ന് ബലപ്പെടാൻ പോവുക. യേശുവേ, ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാനിങ്ങനെ പറയും, നിങ്ങൾ ഈ ദിവസത്തിൽ നമ്മൾ അകത്ത മനുഷ്യനെ പറ്റി എത്ര പേർക്കാണ് കൂടുതൽ ഈ അകത്ത മനുഷ്യനെ പറ്റി കേൾക്കാൻ? അതോ മടുത്ത ആരെങ്കിലും ഉണ്ടോ? കേൾക്കണം ബ്രദറെ. കേൾക്കണം. മടുക്കരുത്. പിശാചിന് ഭയമുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു, നീ ദൈവപുത്രനെങ്കിൽ. അവിടെയുള്ള ആരൊക്കെയോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം മത്തായിലൊക്കെ വായിക്കുന്ന സമയത്ത് പറയാം, ഇത് നമ്മുടെ യോസെഫിന്റെ, മറിയയുടെയും യാക്കോബിന്റെയും യോഹന്നാന്റെ ഒക്കെ സഹോദരനായ യേശുവല്ലേ. എത്ര പേര് ആ വചനം കണ്ടിട്ടുണ്ട്? കണ്ടോ? പക്ഷെ പിശാച് വന്നിട്ട് ചോദിക്കുന്നത്, നിന്ന ആളുടെ മകനാണോ, ഇന്നയാളുടെ മകനാണോ നല്ല വെച്ചത്. പിന്നെയോ പുത്രനാണെങ്കിൽ കണ്ടോ? അപ്പൊ അടുത്ത് നിൽക്കുന്ന അയൽവകംകാരൻ പറയാം, അയ്യോ അത് ദൈവപുത്രനൊന്നും അല്ല, നമ്മുടെ യോസെഫിന്റെയും മറിയയുടെയും യാക്കോബിന്റെയും യോഹന്നാന്റെ ഒക്കെ സഹോദരനായ യേശുവല്ലേ. പിശാച് പറയും, അത് നിന്റെ വായിന്ന് വരും, പക്ഷെ എനിക്കറിയാം ഇത് ദൈവപുത്രനാ. എങ്ങനെ മനസ്സിലായി? മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങളെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായോ? 40 രാവും 40 പകലും ഒരു മനുഷ്യനും മരുഭൂമിയിൽ ഉപവാസത്തോടെ ഇരിക്കാൻ കഴിയത്തില്ല, പക്ഷെ യേശുവിന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലാസറിന്റെ മരിച്ച വീട്ടിൽ കയറി ചെന്നിട്ട് കഴിഞ്ഞ ദിവസം ആരെയും കളിയാക്കുന്നുണ്ട്, ഏതൊരു ദേവദാസൻ മരിച്ചവരെ ഉയർപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുന്ന പറഞ്ഞു. എൻ്റെ അർത്ഥം, ഞാൻ പുത്രനാണെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും പുത്രന്മാരാകാൻ അവകാശം തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പരീക്ഷകൻ വന്നിട്ട് ചോദിച്ച പരീക്ഷകൻ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചില്ല, നീ യോസെഫിന്റെയും മറിയയുടെയും മകനായ യേശുവാണോ എന്ന് ചോദിക്കാതെ പുള്ളി വെപ്രാളപ്പെട്ട് ചോദിക്കുക, ദൈവപുത്രനാണോ? പുള്ളിക്ക് പേടിയാ. ദൈവപുത്രനാണെങ്കിൽ എന്നാ സംഭവം എന്നറിയാ? പിശാചേ, നിന്റെ തല തകർത്തിരിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ അഭിജിത്ത് എന്നൊരു മകനെ കർത്താവ് എന്ന് സ്പർശിക്കും. ഈ സൂമിൽ ആ മകനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാടിപ്പെടുത്തണം. അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മകനെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുക. അവൻ്റെ ജീവിതത്തിൽ കുറേ സുഹൃത്ത് ബന്ധങ്ങൾ നിമിത്തം കുരുക്കിൽ പോയ അവനെ കർത്താവ് തൊടുക. അഭിജിത്ത് സൂമിലാണോ, യൂട്യൂബിലാണോ, ഫേസ്ബുക്കിൽ എനിക്കറിയത്തില്ല കാര്യം.
അനേകം ആളുകൾ ഇത് ലൈവായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഭിജിത്തിനെ കർത്താവ് തൊടുവാണ്. ചില കൂട്ടുകെട്ടുകൾ നിമിത്തം അവനെ കുരുക്കിയിട്ടിരിക്കുന്ന കുരുക്കുകളെ അവന് വലിയൊരു തകർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന എല്ലാ പ്രവൃത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. സമാധാനം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കരമെടുത്ത് രോഗമുള്ള ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് അത്ഭുതം. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ മകനെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുക. സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയുള്ള ദൈവത്തിൻ്റെ മനുഷ്യൻ. പലതും നിങ്ങൾക്ക് വരാൻ പോകുന്നതിനെ കാണുവാനും കേൾക്കുവാനും കഴിവുള്ള എബിലിറ്റിയുള്ള മനുഷ്യൻ. ഈ മനുഷ്യനൊന്ന് വളർത്തിക്കേ. ഈ മനുഷ്യനെ വളർന്നാൽ നിങ്ങളെ ഉറക്കാത്ത, നിങ്ങൾക്ക് സമാധാനം തരാത്ത, നിങ്ങളെ രോഗിയാക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ തകർച്ചുകൊണ്ടിരുന്ന സകല വിഷയങ്ങളെയും ശക്തിപ്പെടുത്തുവാൻ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ നീ എന്നെ അനുഗമിക്കുന്ന ഇരുട്ടിൽ നടക്കത്തില്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കും. കൈവച്ച് യേശുവിൻ്റെ നാമത്തിലെ രോഗത്തോട് പറയുന്നു, മേലാൽ ആ വേദനയെ നിന്നോട് നിനക്ക് എൻ്റെ ശരീരത്തിന് മേലെ ഇരിക്കാൻ പറ്റും, ഇനി മേലാ ഞാൻ നിന്നെ കാണത്തില്ല. അങ്ങനെ പറഞ്ഞു കൽപ്പിക്കേ. പിശാച് കുറച്ച് തിരിച്ചു നോക്കി, നീ ഈ കല്ലിനോട് കൽപ്പിക്കും. പുത്രനാണ് നീ കൽപ്പിക്കും, അപേക്ഷിക്കത്തില്ല, കൽപ്പിക്കും. അയ്യോ അപ്പം ആകണേ, അപ്പം ആകണേ, അപ്പം ആകണേ എന്ന് പറയത്തില്ല, നീ കൽപ്പിക്കും. നീ പുത്രനാണെങ്കിൽ കൽപ്പിക്കും. പിശാചിന് മനസ്സിലായി, കണ്ടോ, പിശാചിന് മനസ്സിലായി. പുത്രനാണെ കൽപ്പിക്കും, ദാസനാണെങ്കിൽ കരയും, അപേക്ഷിക്കും. പുത്രനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ടിരിക്കുന്നതോടെ ഞാൻ പറയുന്നു, കരഞ്ഞുകൊണ്ടിരിക്കാതെ കൽപ്പിക്കുക. എനിക്ക് നന്മ വന്നേ പറ്റത്തുള്ളൂ. കരയാൻ ഈ ലോകത്തിൽ സാമ്പത്തിക തകർച്ചയിൽ പോകുന്ന ഏത് വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നറിയാം, പൊട്ടിക്കരയും. ഒരു മുഴം കയറയിൽ അങ്ങ് തീർക്കാം. ഇത് ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ പുത്രന് വിളിച്ചു വരുത്താൻ പറ്റും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുന്ന യേശു ഉള്ള അകത്തുള്ള നിങ്ങൾക്ക് നന്മകളെ വിളിച്ചു വരുത്താൻ പറ്റും. സൗഖ്യത്തെ വിളിച്ചു വരുത്താൻ പറ്റും. ആരോഗ്യത്തെ വിളിച്ചു വരുത്താൻ പറ്റും. സാമ്പത്തിക നന്മകളെ വിളിച്ചു വരുത്താൻ പറ്റും. ഒന്ന് വിളിച്ചു വരുത്തിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഒന്ന് കൽപ്പിക്ക്, വിളിച്ചു പറ. ഞാൻ പറഞ്ഞതല്ല, പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് കൽപ്പിക്കും. കല്ല് വല്ലതും കേൾക്കുവോ? നിങ്ങൾ പറ. കല്ലിന് ചെവിയുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കല്ലിന് ചെവിയും മൂക്കും വായും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ കേൾക്കുന്നത്? അകത്ത മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കും. ഈ ദിവസങ്ങളിൽ അടഞ്ഞിരിക്കുന്ന നന്മയുടെ വാതിലെ നോക്കിയിട്ട് പറ, തുറന്നു വരാൻ പറ. ഞാൻ ഉറപ്പിച്ചു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നന്മകൾ വരാൻ പോവുക. മിറക്കിൾ മണീസ് വരാൻ പോവുക. ശരീരത്തിന്റെ മേലെ ആരോഗ്യം വരാൻ പോവുക. ആമേൻ. ആമേൻ. വിളിച്ചു വരുത്തിക്കുക, വിളിച്ചു വരുത്തിക്കുക, വിളിച്ചു വരുത്തിക്കുക, കൽപ്പിച്ച് വിളിച്ചു വരുത്തിക്കുക. ഒന്ന് ഈ സമയം അതിനു വേണ്ടിയുള്ളതാ. കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറ, എൻ്റെ തലമുറയുടെ നന്മയെ ഞാൻ വിളിച്ചു വരുത്തുക. എൻ്റെ ആരോഗ്യത്തെ ഞാൻ വിളിച്ചു വരുത്തുക. എൻ്റെ ജീവിതത്തിന്റെ അകത്ത് സകല നന്മകളെ ഞാൻ വിളിച്ചു വരുത്തുക. സകല നന്മകളെയും ഞാൻ വിളിച്ചു വരുത്തുന്നു. ഓ ഹാലലൂയ, 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 ഹാലലൂയ. ഇവിടെ 10-ാം വാക്യത്തിൽ ലിസ്റ്റ് എനിക്ക് അയച്ചു വന്നു. സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ലിസ്റ്റ് അയച്ചു വന്ന വാക്യം ആ 10-ാം വാക്യത്തിൽ, സാത്താനെ എന്നെ വിട്ടു പോ. എന്നർത്ഥം പോകാനും ഓടിക്കാനും അധികാരമുണ്ട്. ചിലത് പറയത്തില്ലേ, പിശാശ് എപ്പോഴെങ്കിലും പിശാശ് പിശാശ് പിശാശ്. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും സാക്ഷ്യം പറയുമ്പോൾ പോലും പറഞ്ഞേക്കല്ലേ, പിശാശ് എൻ്റെ നന്മ തടഞ്ഞുവെന്നും പിശാശ് തടയാൻ പോകുന്നു. നിങ്ങൾ അവനെ വലുതാക്കരുത്. ചിലർ പറയും, പിശാശ് അത് തടയാൻ നോക്കി, പിശാശ് എന്നെ തടഞ്ഞു. നാണമില്ലേ നിങ്ങൾക്ക് അത് പറയാൻ? നിങ്ങൾ ആരാന്നറിയാവോ? പിശാശിന്റെ തല തകർത്ത യേശു അകത്തുള്ളവരാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ അധികാരമുള്ളവരാ നിങ്ങൾ. ഈ അധികാരം വെച്ചുകൊണ്ട് നമ്മൾ പറയാ, പിശാശ് എന്നെ തടഞ്ഞു, പിശാശ് അത് തടയാൻ നോക്കുന്നു, പിശാശ് 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 പിശാശ്. ഇവിടെ പിശാശ് പറയുന്നത് എന്നാന്നറിയാവോ? നീ ദൈവപുത്രനെങ്കിൽ കൽപ്പിക്കും. ഒന്ന് കൽപ്പിച്ചേ. എനിക്ക് കൽപ്പിക്കാൻ അധികാരം. നീ കൽപ്പിക്കാന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് പറ്റുന്ന വാക്കുകൾ അതൊക്കെ. ഒരു മന്ത്രിക്കും കൽപ്പിക്കാൻ പറ്റത്തില്ല, അറിയാവോ? നമ്മുടെ നാട്ടില് നിങ്ങളെ നോക്കി കൽപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം അത് നമ്മൾ തിരഞ്ഞെടുത്തവരാ. പക്ഷെ ഒരു രാജാവിൻ്റെ രാജകൽപ്പന എന്നൊക്കെ പറയത്തില്ലേ? പിശാചിന് മനസ്സിലായി, നിങ്ങൾ മക്കളെ രാജാവിൻ്റെ മക്കളാ. ഞാനിത് വെറുതെ പറയുമല്ലോ, ഈ ദിവസങ്ങളുടെ റിസൾട്ട് കാണാൻ പോവാം. ആമേൻ. യേശുവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുക. തകർന്ന അവസ്ഥകളെ പണിതെടുക്കാൻ പോവുക. ആ കര പിടിച്ചിട്ട് പറ, എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുക, രോഗമിരിക്കുക, പക്ഷെ എൻ്റെ അകത്ത മനുഷ്യൻ സ്ട്രോങ്ങാ.
2 വചനം കാണാപ്പാടറിയാവുന്ന ആരെങ്കിലും ഉണ്ട്? 2 വചനമെങ്കിലും. ആമേൻ. അറിയാം. ആമേൻ. ഈ 2 ആമേൻ വചനം മതി ആമേൻ നിങ്ങൾ ബലപ്പെടാൻ. ആമേൻ. ഒരു വചനം അകത്തുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലതയും ചവിട്ടാൻ എനിക്ക് ഈ ഒറ്റ വചനത്തിൽ ഒന്ന് ഫീഡ് ചെയ്തേ. 3 നേരം നമ്മൾ ഭക്ഷിക്കുന്നില്ല വയറ് നിറയ്ക്കാൻ വേണ്ടി. 4 നേരം വചനം ഒന്ന് കൊടുത്തു നോക്കി. അകത്ത മനുഷ്യൻ ബലപ്പെട്ട ഒന്നും പേടിക്കണ്ട. ആരും കൂട്ടയില്ലെങ്കിലും ആരൊക്കെ ഉപേക്ഷിച്ചാലും അകത്ത മനുഷ്യൻ പറയും ഒന്നും പേടിക്കണ്ട, യേശു കൂടെ ഉണ്ട്, യേശു കൂടെ ഉണ്ട്, യേശു കൂടെ ഉണ്ട്. ആമേൻ 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കുന്ന ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും സോളി എന്ന് പറഞ്ഞ ആരിലോട്ട് ബന്ധമുണ്ടോ? സോളി സൂമിലാണോ? സോളി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ തരുന്നു. സോളി സൂമിലാണോ, ഫേസ്ബുക്കിലാണോ, യൂട്യൂബിലാണോ എനിക്കറിയത്തില്ല. സോളിയുടെ കുടുംബത്തിലേക്ക് ഈ സമയം തന്നെ കേൾക്കുന്ന ആൾ വിളിച്ചിട്ട് പറയണം, സോളി നിന്റെ കുടുംബത്തിൽ യേശു പ്രവർത്തിക്കാൻ പോവുക, നീ തകരത്തില്ല, യേശു നിന്നെ ഉയർത്തുമെന്ന് വിളിച്ച് പറഞ്ഞോണം. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ ചാടി പിടിച്ചോണം, വിളിച്ച് ഇന്ന് തന്നെ. ഈ ബ്രദറെ ഞാൻ പറഞ്ഞ ഈ മെസ്സേജ് വേണം കേൾപ്പിച്ചു. സോളി തകർന്നു പോകത്തില്ല, യേശു നിന്നെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറയാൻ പറയുന്നു. ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലുള്ള പല ആൾക്കാരും കമൻറ്റ് അടിച്ചു, ബ്രദറെ എൻ്റെ വിഷയമാണ്, എൻ്റെ കാര്യമായിരുന്നു, എൻ്റെ മോളുടെ വിഷയമായിരുന്നു, എൻ്റെ മകൻ്റെ വിഷയമായിരുന്നു പലരും കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സ്വീകരിക്കുന്ന അനേകരുണ്ടെന്ന്. ദൈവാത്മാവ് അവരെയൊക്കെയും തൊട്ടുകൊണ്ടിരിക്കുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വലിയ വിഷമത്തോടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പക്ഷെ ഇപ്പൊ എനിക്കൊരു മനസ്സിന് ബലമൊക്കെ ഉണ്ട്, ഒരു ധൈര്യമൊക്കെ ഉണ്ട്, ഒരു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ വളർത്തിയാൽ ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ നിങ്ങൾ വളർത്തിയാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ അകത്ത മനുഷ്യന് വചനം കൊടുത്ത് വളർത്തിയാൽ നാളെ ഞാൻ ഉറപ്പിച്ചു പറയും, എന്നാ പ്രശ്നം വന്നാലും നിങ്ങൾ കൽപ്പിക്കും. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, നാളെ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന നിർത്തിയിട്ട് ഒറ്റ കൽപ്പന, ഇറങ്ങിപ്പോ, അപ്പം തന്നെ ആ വിഷയം അത്ഭുതമാകുന്ന കാണാൻ പറ്റും. ആ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇവിടം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ആകും. എനിക്കത് ഒത്തിരി ദേവദാസന്മാരുണ്ട്, ഞാൻ പലരെയും കണ്ട് അതിശയിച്ചിട്ടുണ്ട്. അവർ നമ്മളിങ്ങനെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പാടി അവരൊറ്റ കൽപ്പന കൽപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കും, നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വിഷയം അവരൊറ്റ കൽപ്പന കൊണ്ട് സൗഖ്യമാക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് ദൈവം അവരുടെ അകത്ത മനുഷ്യനെ അവർ ബലപ്പെടുത്തി. അതുകൊണ്ട് എന്നാണെന്നറിയാവോ, നമ്മൾ 1 മണിക്കൂർ കരഞ്ഞ് തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും അവരൊറ്റ കൽപ്പന കൊണ്ട് എന്ത് ചെയ്യും? അത്ഭുതമാക്കി മാറ്റും. കാര്യം സ്ട്രോങ് ആയി നിൽക്കുക. അവര് സ്പിരിച്വലി സ്ട്രോങ് ആണ്. ഈ ദിവസം നമുക്ക് എങ്ങനെ സ്പിരിച്വലി സ്ട്രോങ് ആണെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇനിയും ചില ആഴമായ കാഴ്ചകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നർമാനെ പറ്റിയാണ്. ദർശനങ്ങൾ വർദ്ധിക്കും, പ്രവചനങ്ങൾ വർദ്ധിക്കും, സ്പിരിച്വൽ അതോറിറ്റികൾ വർദ്ധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കാതെ നിങ്ങൾ കഴിവതും. ബ്രദറെ, എന്റെ പേര് ലാലി. ഞാൻ ഇന്ന് ബ്രദറ് പറഞ്ഞില്ലേ ടിവിയുടെ മുകളിൽ കുടുംബ ആൽബം ഫോട്ടോ ഇരിപ്പുണ്ടെന്ന്. അത് എന്റെ വീട്ടിലാണ്. ഞാനും എന്റെ മക്കളും എന്റെ മക്കളുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളും കൂടെ ഉള്ള ഒരു ഇതാണ് മുകളിൽ വെച്ചിട്ടുണ്ട്. TV തൊട്ട് താഴെ ഇരിപ്പുണ്ട്. അതിലെന്റെ മോന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് 3 പെണ്ണും 1 മോനുമാണ്. ആമേൻ. എവിടെയാ ഈ വീട്? ഇപ്പൊ സ്ഥലം എവിടെയാ? TV ഇരിക്കുന്ന സ്ഥലവും ഈ ഫോട്ടോ ഇപ്പൊ എവിടെയാ? ഞാനിപ്പം ലണ്ടനിലാണ്. എന്റെ വീട് പഴയടം കാഞ്ഞിരപ്പള്ളി. ഈ ഫോട്ടോ ഇരിക്കുന്ന എവിടെയാ? എന്റെ ടിവിയുടെ നേരെ മുകളിൽ. ഏത് സ്ഥലത്ത്? ഏത് രാജ്യത്താ? സിറ്റി വടക്ക്. എന്തോ? അല്ല, ഏത് രാജ്യത്താ? ഏത് സ്ഥലത്താ? കോട്ടയത്തായിരിക്കും. കോട്ടയം കാഞ്ഞിരപ്പള്ളി. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു ആന്റി, എത്രത്തോളം ദൈവം നമ്മളെ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഞാൻ ആ വീടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. എന്തിനാണ് ഇന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അകത്ത മനുഷ്യന്
ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് പറയാൻ വേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്, അതുകൊണ്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അകത്ത മനുഷ്യന് ദൈവം ചില കാര്യങ്ങളെ കാണിച്ചു കൊടുക്കും. അപ്പം അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞേക്കുന്ന പോലെ അതിൻ്റെ അകത്തൊരു, നിങ്ങൾ എത്ര പേര് ഇത് കേട്ടു? ആ ഫോട്ടോയ്ക്കകത്തിരിക്കുന്ന ഒരു മകനെ ദൈവം തൊടുവാന്ന് പറഞ്ഞു. എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആമേൻ. കേട്ടോ കേട്ടോ ബ്രദറെ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എന്താണോ നമ്മുടെ, ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഫോട്ടോയിലിരിക്കുന്ന, ഇപ്പൊ ടി വിയുടെ മുകളിലിരിക്കുന്ന ഫോട്ടോയിലിരിക്കുന്ന മകൻ, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും വേറെ എത്രയോ ഫോട്ടോ ഇരിപ്പുണ്ട്, പക്ഷെ ആ മകന്റെ ഫോട്ടോ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു. ഭിത്തിയിലാണ് ഇരിക്കുന്നത്, ടി വി തൊട്ട് കീഴെ ഇരിപ്പുണ്ട്. ഓക്കെ, ടി വിയുടെ മുകളിലിരിക്കുന്ന, ടി വിയുടെ മുകളിലായി ഫോട്ടോ ഇരിക്കുന്നത്, ഭിത്തിയില് ടി വിയുടെ മുകളിലായിട്ടാണ് വരുന്നത്. ടി വി ടി വെച്ചിട്ടുണ്ട്, പക്ഷെ ടി വിയുടെ മുകളിലിരിക്കുന്നത്. ഞാനത് എടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് ടി വിയുടെ മുകളിലിരിക്കുന്നത് ഇനി ഷെൽഫിലൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ടി വിയുടെ മുകളിലാണ് ഞാൻ കാണുന്നത്. ആ ഫോട്ടോയിലിരിക്കുന്ന മകനെയാണ് കർത്താവ് സ്പർശിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞു. ബ്രദറെ, എനിക്ക് സാക്ഷി, ബ്രദറെ, സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിലും അതുപോലെ തന്നെയാണ്. ടി വിയുടെ മുകളിൽ ഒരു അലമാരയുടെ ഒരു ഷെൽഫ് പോലെ ഉണ്ട്, അതേലാ എൻ്റെ മകന്റെ അവരുടെ കുടുംബമായിട്ടുള്ള ഫോട്ടോ ഇരിക്കുന്നത്. മകന്റെ വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ രണ്ടുപേരും? അതെ, രണ്ടുപേരും ഏറ്റെടുത്തു. ഇനി മറ്റാരെങ്കിലും ഇതേപോലെ ഇരിപ്പുണ്ടോ? എന്റെ വീട്ടിലെ ടിവിയുടെ മുകളിൽ ഞങ്ങളുടെ കുടുംബ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. മകന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞാൻ എന്ന് വെച്ചാൽ ദൈവാത്മാവ് പേര് വെളിപ്പെടുത്താത്തോടത്തോളം കാലം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട ഒരേ വ്യക്തികൾക്ക് വേണ്ടി ദൈവം തൊടാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ കർത്താവ് പറയും ഇന്ന വ്യക്തിക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മുടെ ദൈവാത്മാവ് ആ പേര് വെളിപ്പെടുത്താൻ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? പേര് വെളിപ്പെടുത്തോളം കാലം അതേ വിഷയവുമായി ബന്ധപ്പെട്ട അതേ പൊസിഷനിലിരിക്കുന്ന, അതേ ഭാരത്തിലിരിക്കുന്ന ഒന്നിലധികം വ്യക്തികളെ ദൈവം തൊടാൻ പോവാ. എന്തുകൊണ്ട് വെച്ചത്? മകനെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ് ചോദിച്ചത്. ബ്രദറെ, ഇപ്പൊ സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മകനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. എന്റെ മകൻ 26 വയസ്സാണ്. രണ്ടുപേരും ഏറ്റെടുത്തു. പേര് വെളിപ്പെടുത്താത്തോളം കാലം രണ്ടുപേരോടും ഞാൻ പറയുന്നു, ഒരേ വിഷയമാണ്, ഒരേ സ്ഥലമാണ്, ഒരേ വിഷയമാണ്. തീർച്ചയായിട്ടും യേശുവിൻ്റെ നാമം പറഞ്ഞ് ഏറ്റെടുത്തു. ഇന്ന് നിങ്ങളുടെ മേലേക്കും തലമുറകളുടെ മേലേക്കും കണ്ണുനീരിനെ കാണുന്ന ദൈവം അതിന് മറുപടി തരാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഞങ്ങളത് അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് കർത്താവ് ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് യേശു തൊട്ടെന്ന് പറയുന്നത്, യേശു തൊട്ടെന്ന് പറയുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇത് ആമേൻ, ആമേൻ, ആമേൻ. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ സൂമിൽ തന്നെ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫിലിപ്പാണ് മകന്റെ പേര്. സൂമിലാണോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയക്കുക. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പിടിച്ചോണം. അവന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഫിലിപ്പ് എന്നാ പേര്. മകനാണ്, ഒരു മകനാണ്. മകൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ ബ്രദറിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ മകന്റെ പേര് ഫിലിപ്പ് എന്നല്ല, ഭർത്താവിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. എന്റെ മകന്റെ പേര് സാൻജോ ഫിലിപ്പ് എന്നാണ്. സാൻജോ ഫിലിപ്പ് എന്നാണ് അല്ലേ? അല്ലാതെ ഫിലിപ്പ് എന്ന് പറഞ്ഞ മകൻ വരുന്നത് ഇപ്പൊ ജിനി സിസ്റ്ററുടെ മാത്രമേ ഉള്ളോ? ആങ്ങളെ മാത്രമേ ഉള്ളോ? ഒരുമിച്ച് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ്, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്, പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. ഹലോ ബ്രദറെ, മുമ്പേ പ്രയറിൽ പറഞ്ഞില്ലേ ഒരു അഭിജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം? തീർച്ചയായും. അത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ്. അവൻ അനസ്തേഷ്യ ആൻഡ് ടെക്നോളജി 4 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചു. കൂട്ടുകാരുടെ കൂടി
ഭയങ്കര അലമ്പായി, ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഇത് കാരണം തന്നെ വീട് ഭവനം തന്നെ ആകെ തകർച്ചയിലാണ്. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്. അവന്റെ ഭാവി കാര്യങ്ങളോർത്ത്. അവന് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. ജോലിക്ക് പോയാലും കടം വാങ്ങിക്കുക, ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ നടക്കുക. അങ്ങനെ ഇത്ര നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് ജോലി ചെയ്യാതെ ഈ ഒരു 10-25 വയസ്സ് പ്രായത്തിനിടയിൽ ഇങ്ങനെ കളിച്ചങ്ങനെ അങ്ങ് നടക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടും അവൻ അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഭയങ്കര ഭാരപ്പെട്ടിരിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു വിഷയമാണ് ബ്രദർ ഇന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അപ്പം ആമേൻ. എല്ലാവരുടെയും എത്ര പേരത് ഒന്ന് കേട്ടായിരുന്നു? പ്രാർത്ഥിക്കാൻ അഭിജിത്തിനെ അപേക്ഷിക്കുന്നു. അവൻ കൂട്ടുകെട്ടുകളും അങ്ങനെയാണ് സിസ്റ്റർ, ആമേൻ കൂട്ടുകെട്ടുകളുമായിട്ട്. ആമേൻ ആമേൻ. അതെ അതെ. ആമേൻ. എത്ര പേരത് Amen. കേട്ടായിരുന്നു? Amen. അപ്പൊ ആ മകനെ തൊടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കി, സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? അതേപോലെ തന്നെ കൂട്ടുകെട്ടുകളുമായിട്ട് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ദൈവാത്മാവ് പേര് വെളിപ്പെടുത്തും. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പേര് വെളിപ്പെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, അതേ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട അനേകർ കാണും കേൾക്കുന്നവർ, അവർക്കെല്ലാം ചാടി പിടിക്കാൻ പറ്റും. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, അഭിജിത്ത് എന്ന് പറഞ്ഞ ആൾ അവൻ ഇതുപോലെ തന്നെ കുടുംബം കൂട്ടുകാരുമായിട്ട് ഭാവി തൊലച്ച് നശിപ്പിച്ച് പഠനമൊക്കെ അവസാനിപ്പിച്ച് കുടുംബക്കാർക്ക് മുഴുവൻ വിഷമം, കുടുംബം തന്നെ ദുഃഖത്തിലിരിക്കുക. അപ്പോൾ ആ കർത്താവ് അവൻ്റെ പേര് വെളിപ്പെടുത്തി കൊണ്ടില്ലേ? അതെന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവം അങ്ങനെ വെളിപ്പെടുത്തും, ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യും, ഒരേ അവസ്ഥകൾ വെളിപ്പെടുത്തും. ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒന്നിലധികം വ്യക്തികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വിഷയം മാറ്റിരിപ്പുണ്ട്. ഇപ്പം നമ്മളിപ്പം കാണുന്ന ഈ സൂമിൽ ഇത്രയും പേരുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിൽ കാണുന്നവരുണ്ട്. നമുക്കറിയത്തില്ല എത്രയോ വിഷമത്തിരിക്കുന്ന ആൾക്കാർ, പക്ഷെ ദൈവത്തിന് അറിയാം. ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ആദ്യം നമ്മുടെ അകത്ത മനുഷ്യനോട് പരിശുദ്ധാത്മാവിനോട്, ഇപ്പം എൻ്റെ ഉള്ളിലൊന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത മനുഷ്യനോട് പറയും, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഇന്നയാളുടെ പേര് പറ. അത് എൻ്റെ നാവിലൂടെ റിലീസ് ചെയ്യുക. ഇപ്പം ഞാൻ മിണ്ടാതിരിക്കുകയെന്ന് വിളിച്ചു, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ? അകത്ത മനുഷ്യൻ സംസാരിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്. അപ്പം ഇതേപോലെ നിങ്ങളുടെ അകത്ത മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തിയാൽ അകത്ത മനുഷ്യൻ നിങ്ങളോടും സംസാരിക്കാൻ തുടങ്ങും. കർത്താവ് ഞങ്ങൾ അഭിജിത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങൾ വെളിപ്പെടുത്തിയതാണല്ലോ, അവൻ്റെ കൂട്ടുകെട്ടിലിട്ട് അവനെ കുരുക്കാൻ നോക്കി അവൻ്റെ ഭാവിയെ തന്നെ തകർക്കാൻ നോക്കുന്ന സകല പിശാചുക്കളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ തകർന്ന അവസ്ഥകളും മാറിപ്പോട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആരോ എനിക്ക് വന്നത് വെറുതെ ശ്രദ്ധിച്ചോണം, മൈക്ക് ഓൺ ആക്കി വെച്ച് വെറുതെ സംസാരിക്കല്ലേ. സാക്ഷ്യം പറയാനുള്ളവർ മാത്രം പറയുക, ബാക്കിയുള്ളവർ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ പറയുമ്പോൾ മറ്റൊരാളൊന്നും നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ പറഞ്ഞല്ലോ ഒരു എലിസബത്ത് എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ വീട്ടിൽ മോളുണ്ടെന്ന്. കേട്ടില്ല അതെന്റെ സിസ്റ്ററെ. എലിസബത്ത് എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ വീട്ടിൽ മോളുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെ അതെ അതെ. അത് എന്റെ ഫാദറിന്റെ വീട്ടിലെ മോളുടെ കാര്യമാണ്. അവരതിനു വേണ്ടി മോൾക്ക് വേണ്ടി ഭാരപ്പെട്ട് കഴിയുവാണ്. അതായത് എലിസബത്ത് എന്ന് പറയുന്ന ആള് മോളെ ഓർത്ത് ഭാരപ്പെട്ട് കഴിയുന്ന പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. എത്ര പേരത് കേട്ടായിരുന്നു ആ പറഞ്ഞത്? ആമേൻ. ആമേൻ. സിസ്റ്റർ എത്ര നാളായി സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്? എനിക്ക് പേര് ഞാനൊരു 5 മാസത്തോളായി. 5 മാസം. 5 മാസത്തോളം. എന്നോട് പറഞ്ഞിട്ടുണ്ടോ എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഭാരപ്പെട്ടിരിക്കുക, എലിസബത്തിന്റെ മോളിനെ ഓർത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്ത്, യേശു എല്ലാം കാണുന്നുണ്ട്. സിസ്റ്റർ, ആ വീട്ടിൽ ഹല്ലേലൂയ. ദൈവാത്മാ പറഞ്ഞൊരു വാക്യം നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ കഴിവെങ്കിൽ ആ സഹോദരിയെ കുടുംബത്തെ ഇത് കേൾപ്പിക്കുക. എന്നിട്ട് അവരോട് പറയണം, ആ കുഞ്ഞിനെ ഓർത്തുള്ള ഭാരം ഇനി വേണ്ട, യേശു ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ ചിലപ്പോൾ അവർ അംഗീകരിക്കത്തില്ലെങ്കിൽ ഇത് കേൾപ്പിച്ചോ, ഇതൊന്ന് കേക്ക്, പരിശുദ്ധാത്മാവ് ആ ബ്രദറിലൂടെ സംസാരിച്ചതാന്ന് പറഞ്ഞാൽ മതി. കാര്യം ഞാനും എലിസബത്തും തമ്മിൽ ഒരു പരിചയവും ഇല്ലെന്ന് അവർക്ക് തമ്മിൽ അറിയാം, അല്ലേ? പക്ഷെ ഈ കാര്യത്തെ കർത്താവാണ് ഉറപ്പിച്ചതെന്ന് ഇത് പറയുക മാത്രമല്ല, ദൈവം ആ കുഞ്ഞിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവാന്ന് പറയണം. ഭാരപ്പെടേണ്ട, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പലതും ഇന്ന് കാണിക്കുന്ന കാര്യം, നമ്മളെ വളർത്തുവാൻ ദൈവം, നമ്മൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. ചിലപ്പോൾ നിങ്ങളുടെ വിഷയം പറഞ്ഞേക്കാം, നിങ്ങളുടെ വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം, നിങ്ങൾ തകർന്നു പോകാൻ രക്ഷപ്പെടത്തില്ല, അതൊന്നും വിശ്വസിക്കരുത്. ബലപ്പെടണം യേശുവിൽ. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പം ലോകം മുഴുവൻ പറയും, നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് ബലപ്പെട്ടാൽ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ പറയും, ഒന്നും പേടിക്കേണ്ട, യേശു നിങ്ങളെ നടത്തും. ഇത് കേട്ടാൽ മതി, വേറെ ഒന്നും പേടിക്കണ്ട.
ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഒന്ന് ആശ്രയിച്ചാൽ മതി. ഒന്നും പറ്റില്ല, യൂട്യൂബ് ഒന്ന് ഓണാക്കി വെച്ചാൽ വചനം കേൾക്കുക. ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കരുത്. ഒന്നും കൂടെ നമ്മളെ ഇടിച്ചു കളയുന്ന ആരുടെയും പ്രസംഗം കേൾക്കരുത്. പോയി നമ്മളെ ബലപ്പെടുത്തുന്ന വചനം കേൾക്ക്. അങ്ങനെ കേൾക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന പറയാം, നമ്മുടെ അകത്ത മനുഷ്യൻ ചാർജ് ആവും. ഈ മനുഷ്യൻ ചാർജ് ആയാൽ നമ്മുടെ അകത്ത മനസ്സിനോട് പറയും, നീ പേടിക്കണ്ടെന്നേ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എൻ മനമേ ദൈവത്തെ സ്തുതിക്കുക, എൻ്റെ സർവാന്തരങ്ങളുമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആരാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അകത്തിരിക്കുന്ന മനുഷ്യൻ പറയുക, നീ മറക്കരുത്, നീ ഓർക്കണം, നീ മനസ്സ് തകർന്നിരിക്കരുത്. നമ്മളെ ബലപ്പെടുത്തുന്ന ആളെ കണ്ട് അകത്തിരിക്കുന്ന. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു ഞാൻ ഹലോ പറഞ്ഞു. അതിനെ വിളിച്ചിട്ട് ഒത്തിരി വചനം പറഞ്ഞു ഞാൻ ബലപ്പെട്ടു. ഭയങ്കരമായിട്ട് ഞാൻ ബലപ്പെട്ടു. ഒത്തിരി ഡെസ്പായായിരുന്നു. എന്നെ കുറെ വചനം അപ്പോഴേ എൻ്റെ ഉള്ളിലോട്ട് പറഞ്ഞു തന്നു, നീ വചനം പറയുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ഒരു ബലത്തെ അദ്ദേഹം അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വചനം അങ്ങ് ഓരോന്ന് വൺ ബൈ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ വചനങ്ങൾ അങ്ങ് പറഞ്ഞു നടന്നു. എന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ ഭാരം അപ്പോഴേ അങ്ങ് മാറി. ആമേൻ. തീർച്ചയായിട്ടും ഗിരാസ് എന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു. അപ്പം എനിക്ക് ഡ്രൈവിങ്ങിലായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും എടുത്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ധൈര്യപ്പെടുക, കർത്താവ് ചെയ്യും. കാരണം വചനം പറഞ്ഞ് സിസ്റ്റർ ബലം പ്രാപിച്ചു. കർത്താവിന്റെ കൃപയിൽ വേറൊന്നുമല്ല, വചനം പറഞ്ഞപ്പോൾ, അങ്ങനെ ഞാൻ ആമേൻ, വചനം പറഞ്ഞപ്പോൾ അകത്ത മനുഷ്യൻ ബലപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഇനിയും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന, എപ്പോഴും ദൈവം നമുക്ക് എന്തിനാ ഈ ബലപ്പെടുത്തുന്ന അറിയാവോ? നമ്മളെ മുന്നോട്ട് അത്ഭുതം കാണിക്കാൻ പദ്ധതികളോട്. അല്ലെ ദൈവം നമുക്ക് ബലം തരത്തില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ഹലോ പറഞ്ഞു. ഞാൻ മുംബൈയിൽ നിന്ന് മഞ്ജുവാണ്. എനിക്ക് ഈ ആദ്യം ഈ നമ്മുടെ നമ്മുടെ ഈ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടല്ലോ, വല്ലവരും മരിച്ചെന്നൊക്കെ കേട്ടതിന് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്ന് തൊട്ടിട്ട് വചനം പറയാൻ തുടങ്ങിയോ, അന്ന് തൊട്ടിട്ട് എനിക്ക് ഒരു ഭയമില്ല. ഞാൻ ഈ മരിക്കണ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോവും. ഇല്ലെങ്കിൽ ഞാൻ ആരുടെ വീട്ടിലധികം പോവാറില്ല, പേടിയാറില്ല. പക്ഷെ എന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, അതിന് ശേഷം എനിക്ക് ഉള്ളിൽ നല്ല ധൈര്യമാണ്. പക്ഷെ ഞാൻ പോകുന്നിടത്ത് എല്ലാം എനിക്ക് എന്താണ് കർത്താവേ സ്തോത്രം ഇങ്ങനെ മനസ്സിൽ വരും. ആമേൻ. തീർച്ചയായിട്ടും മഞ്ജു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർക്ക് മരണ വീടുകളിൽ പോകുന്നത് ഭയമായിരുന്നു, വലിയ ടെൻഷൻ, അതുകൊണ്ട് പോകാറില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കർത്താവിൻ്റെ വചനം പറയാൻ തുടങ്ങിയപ്പം ഇപ്പം ധൈര്യമായി, ഇപ്പോൾ ഒരു പേടിയില്ല, ഭയം വിട്ടുമാറി. എൻ്റെ കാരണം മനസ്സിലായല്ലോ. അകത്ത മനുഷ്യൻ വചനം പറഞ്ഞപ്പം അകത്ത മനുഷ്യൻ വളരാൻ തുടങ്ങി. അകത്ത മനുഷ്യൻ വളരാൻ തുടങ്ങിയപ്പോൾ ഭയത്തെ പുറത്താക്കി. ഇത്രയേ ഉള്ളൂ സംഭവിച്ചത്. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹലോ ബ്രദറെ, എനിക്കിത് സാക്ഷ്യമാണോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ബ്രദർ ഇന്ന് സൂം മീറ്റിംഗ് പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിൽ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് പപ്പയുടെ അസുഖത്തിന്റെ ബേസിലാണ്. അപ്പം ബ്രദർ എന്തെങ്കിലും ഈ പ്രവചനം നടത്തുവോ, പപ്പേനെ കുറിച്ച് എന്തെങ്കിലും, പപ്പേന്റെ അസുഖത്തിനെ കുറിച്ച് വല്ല പ്രവചനം നടത്തുവോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് കേട്ടു തുടങ്ങിയത്. പക്ഷെ പിന്നെ പ്രവചനം എന്നുള്ള ആ ഒരു സംഭവം മാറി എനിക്കത് വാഗ്ദത്തങ്ങളായി തുടങ്ങി. ബ്രദർ പറയുന്ന ആരെ കുറിച്ച് പറയുന്നതാണെങ്കിലും വാഗ്ദത്വമായി തുടങ്ങി. പിന്നെ ഈ സൂം മീറ്റിംഗ് കയറുക എന്ന് പറയുന്നത് അതെന്റെ ലൈഫിന്റെ ഒരു ഭാഗമായി. അതെന്തായാലും കയറണം, ഈ ഒരു ടൈം ആകുമ്പം കയറണം എന്നുള്ളൊരു ചിന്തയായി. ഈ സൂം മീറ്റിങ്ങിലൂടെയാണ് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ ചിന്ത. ഞാൻ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം എല്ലാവരും കുടുംബമായിരുന്നു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, ഞാൻ ശീലിച്ചിട്ടുമില്ല. അപ്പൊ അവരെ കൂടെ ഇരിക്കും എന്നല്ലാണ്ട് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കറക്റ്റ് 7 മണി ആവുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാൻ, ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് എന്താ എക്സൈറ്റ്മെന്റ് ആണോ ക്യൂരിയോസിറ്റി ആണോ, ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്നെന്തോ പുതിയ സാധനം എനിക്ക്
കിട്ടാനുണ്ട്. ഇപ്പൊ പുതിയതെന്തോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു എന്തോ ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ ഒരു എന്താ ബ്രദർ പറഞ്ഞ പോലെ ഒരു മാതിരി ആക്രാന്തം, എന്തൊക്കെയോ പുതുത് വന്നുകൊണ്ടിരിക്കുന്ന എന്റെ ലൈഫിൽ, അല്ലെ എന്റെ ലൈഫ് എങ്ങനെയൊക്കെയോ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും എന്നുള്ള ആദ്യം അതൊരു ധൈര്യമായിരുന്നു, പിന്നെ അതൊരു വിശ്വാസമായി, ഇപ്പൊ അതൊരു ഉറപ്പായി. എന്നെ പോലെ ഈ ഗ്രൂപ്പിൽ പലരും ഉണ്ടാവും, ബ്രദർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പ്രവചനം പറയുമെന്ന് വിചാരിച്ച് കേറുന്നോലെ. അത് അതൊരു തുടക്കമാണ്, ആർക്കാണെങ്കിലും അത് തുടക്കമാണ്. പിന്നെ നമുക്ക് ഇതൊന്നൊരു ദൈവം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു അഡിക്ഷൻ ആയി പോകും, ഒരു ലഹരി പോലെയാവും. നമുക്ക് ഈ പ്രാർത്ഥന ഇല്ലാതെ നമുക്കത് എന്ത് ചെറിയ വിഷയം വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. പണ്ട് വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പാട്ട് വിട്ടിട്ട് നമ്മൾ വചനങ്ങളായിരിക്കും ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി പോകും. ഇത് സാക്ഷ്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉള്ളുന്നത് ഇങ്ങനെ പറയാൻ വല്ലാതെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചാടി പിടിച്ചോണം. ഇപ്പം ഞാൻ പണ്ടെന്നല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആരോടെങ്കിലും പറയുന്നൊരു പ്രവചനമായിരിക്കും, പക്ഷെ ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം അതിനുണ്ടെങ്കിൽ അയാളോട് പറയുന്നതായിരിക്കും, പക്ഷെ ഞാനത് ചാടി പിടിക്കും. കാരണം എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഒരാളോട് പറയുമ്പം അത് ആര് പിടിക്കുന്നോ അവരുടെ മേലേക്ക് ആലോചന. വിശു പറഞ്ഞ പോലെ തന്നെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ബലപ്പെട്ടു, ശക്തിപ്പെട്ടു, അതിലേക്ക് ഒരു അഡിഷൻ ഉണ്ടായി. കാരണം അകത്ത മനുഷ്യന് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ടായി, വളരണം. നമ്മുടെ സകല വിഷയങ്ങളെ മറികടക്കാനുള്ള ശക്തി കിട്ടുമ്പോൾ പിന്നെയും അകത്ത മനുഷ്യന് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം. ഞാൻ ആക്രാന്തം എന്നുള്ള വാക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഇനിയും പ്രാർത്ഥിക്കുക, വചനം കേൾക്കുക, കർത്താവ് നമ്മളെ വളർത്തും. ആമേൻ. ഹലോ ബ്രദർ. ആമേൻ. ശ്രുതി സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാനും ഇതിൽ നിന്ന് ഹിന്ദു മതത്തിൽ നിന്ന് വന്നതാണല്ലോ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇത് കേൾക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരുപാട്, ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരുപാട് പേരുടെ ഫോൺ നമ്പറിലോട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. പക്ഷെ എനിക്ക് ഒരുപാട് ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിലും കയറാൻ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ അയച്ച സമയത്ത് ഞാൻ എങ്ങനെയാണ് ഞാനെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏത് നിമിഷവും എല്ലാം അവസാനിക്കാവുന്ന ഒരു ജീവിതത്തിലായിരുന്നു അന്ന് ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് അതിനോട് ഓരോ ദിവസവും അതിങ്ങനെ അതിനോടുള്ളൊരു ഇതിൽ കേൾക്കും, ഓൺലൈനിൽ കേൾക്കും, അത് കഴിഞ്ഞ് പിന്നെയും കേൾക്കും. എൻ്റെ ഫോണിൽ വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യം പോലും എനിക്ക് കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ടാത്തൊരവസ്ഥയായി ഇപ്പൊ എൻ്റെ ഫോണിലുള്ളത്. അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് വരുമ്പോ ഞാൻ പറയും, നിന്റെ വചനങ്ങളും നിന്റെ പ്രാർത്ഥനകളും കേട്ടുകൊണ്ട് ഇരുന്ന് ഫോണ് നോക്കിക്കൊണ്ടിരുന്നിട്ടാണ് എനിക്ക് തലവേദനയെങ്കിൽ ഇത് കേൾക്കണമെങ്കിൽ എന്റെ തലവേദന മാറ്റി തരണം എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഏത് കാര്യം നമ്മൾ ഓരോരോ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഓരോന്നിൽ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യും, പക്ഷെ എനിക്ക് പറ്റൂല. കാരണം നമുക്കത് ശീലമില്ലാത്ത കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരും. നേരത്തെ കുട്ടികളൊന്നും ഇതിൽ വരില്ലായിരുന്നു, ഇപ്പൊ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. അവർക്കും എല്ലാവർക്കും ഇതിനോടൊരു അഡിക്റ്റ് ആണ് ഇപ്പോ. അപ്പൊ നമുക്ക് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ശരിക്കും പറഞ്ഞാല് മുന്നേ ഒക്കെ ഞാനിങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളത്, നമ്മൾ ഇതിലൊന്നും പോവാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നിനും ചുറ്റുപാടുള്ളത് ഒന്നും പേടിയില്ല. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസവും നമ്മളിപ്പോ ഓരോ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, ബ്രദർ അയച്ചു തരുന്ന വചനങ്ങളായാലും ഇതിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങളായാലും ഒക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതുവരെ എന്ത് ചെയ്യും എന്നോർത്തിരുന്ന ഈ സൂം മീറ്റിംഗിൽ നമ്മൾ കയറി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത്രയും നേരം എന്തിനാ ടെൻഷൻ അടിച്ചത് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ആണെങ്കിൽ എന്ത് പ്രശ്നം കേട്ടാലും അതിനൊരു ടെൻഷൻ നമുക്കില്ല, ഒന്നിനുമില്ല, ഒരു പ്രശ്നത്തിനുമില്ല. ആരെന്ത് പറഞ്ഞാലും അത് ശരിയാവും എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് കൊടുക്കാനിരിക്കുന്നത്. ഇത്രയും നാൾ എൻ്റെ അമ്മയ്ക്ക് നാട്ടില് ഇതിനുള്ള സാഹചര്യം ഇല്ല, അമ്മ കുടുംബ വീട്ടിലാണ് ഉള്ളത്. അത് കാരണം അമ്മയ്ക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ ഈ കേൾക്കുന്നതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അമ്മയും ഞാൻ ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അമ്മയും വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അമ്മയ്ക്കും ഇപ്പം ഒന്നിനും പേടിയില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു, ബാങ്കിൽ നിന്ന് വിളിച്ചു, ഒക്കെ ഭീഷണിപ്പെടുത്തി ആരും ഇപ്പൊ നമ്മളെ ഒന്നും ആരും നമ്മളെ ഒന്നും ചോദിക്കാനോ പറയാനോ നമ്മളടുത്ത് വരുന്നില്ല. അപ്പൊ എല്ലാത്തിലും നമ്മളെ ശക്തിപ്പെടുത്തിയ ഈ ദൈവത്തിന് നന്ദി, മഹത്വം. ഒത്തിരി ഈ മീറ്റിംഗ് ടൈം ചേഞ്ച് ആക്കിയപ്പോ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ടൈം ചേഞ്ച് ആയപ്പോ
പക്ഷെ അതൊക്കെ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ കയറും. അത് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ് എത്തുമ്പോ തന്നെ ഞാൻ ഓൺലൈനായിട്ട് എടുത്ത് കാണും, ഒക്കെ ചെയ്യും. പക്ഷെ മാക്സിമം ഞാൻ കയറാൻ ശ്രമിക്കാറുണ്ട്. അത് കയറിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം പോലെയാ. അപ്പൊ അത്രത്തോളം നമ്മളെ ദൈവം മുന്നിലോട്ട് എത്തിച്ചു. നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നവും ഒന്നുമല്ല എന്നുള്ളൊരു ഫീലാണ് ഇപ്പൊ നമുക്കുള്ളത്. അതും മറ്റൊരു മതത്തിൽ നിന്ന് വന്ന നമുക്ക് അത്രയും ബലപ്പെട്ട് നിൽക്കുക. പല വചനങ്ങളും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ വെറുതെ കേൾക്കുകയുള്ളൂ. ഇപ്പൊ പക്ഷെ ബ്രദർ ഇപ്പം ഇത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ എന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് അതൊന്ന് വായിക്കാൻ പറ്റണേ, അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാത്തിനോടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു ആക്രാന്തം പോലെയാ ഇപ്പൊ ഉള്ളത്. അപ്പം ഇവിടുന്ന് കുട്ടികളും ഇവരൊക്കെ പറയും അമ്മയുടെ പേര് മാറ്റേണ്ടി വരുമോ എന്ന് വരെ പറയും ഇവരെന്നെ. മീൻസ് അത്രത്തോളം എത്ര കണ്ടാലും മതിയാവാത്ത ഒരു ഫീലാണ് ഇപ്പൊ നമുക്ക് ഇതിനോടുള്ളത്. നന്ദി. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ അകത്തൊരു ആഗ്രഹം, ഞാൻ ആദ്യമൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങുമ്പം നമുക്കറിയത്തില്ലായിരുന്നു, പക്ഷെ വീണ്ടും വീണ്ടും വചനം കേൾക്കുവാൻ അകത്ത് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി. അത് കേൾക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി കേൾക്കുന്നത് എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ഇത് വെറുതെ ഉള്ള വചനമല്ല, എൻ്റെ അകത്തുനിന്ന് ആരോ ആ വചനത്തെ ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടാകും. ഇനിയും വർദ്ധിക്കട്ടെ. ഇസ്രായേൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അനേകർക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, ഒരാഴ്ച പറഞ്ഞു. മുൻപ് ബ്രദർ പറഞ്ഞില്ലേ ഷൈല എന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച ഷൈലയെ കർത്താവ് തൊടുന്നു. അതെന്റെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയാണ്. ഞങ്ങള് ഭയങ്കര വിഷമത്തിലായി. ഞങ്ങളൊന്നും അവരോട് ഒരു ഇതിനും പോയില്ല. പക്ഷെ അവരാണ് ഞങ്ങളെ 7 വർഷമായി ഞാൻ ആ വീട്ടിൽ കാലി ചോദിച്ചിട്ട്. ഇന്ന് എന്റെ മോന്റെ കല്യാണ കാർഡ് കൊണ്ട് ഞാനും എന്റെ ഭർത്താവും കൂടി പോയി. ഞങ്ങൾ അവിടെ പോയി സന്തോഷമായി തിരിച്ചു വന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ആലോചനയിൽ ദൈവം വിശ്വസ്തനാണല്ലോ. കർത്താവ് വർഷങ്ങളായി കർത്താവ് പിണങ്ങി നിന്ന അവസ്ഥകളെ ദൈവം മാറ്റി. എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ചേരുവാൻ കർത്താവ് ആ വിഷയത്തെ തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. വേഗത്തിൽ ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ ബ്രദർ ഒരു പ്രവചനം പറഞ്ഞിരുന്നു. അത് ആരും അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് എന്റെ ഒക്ടോബർ 14 ജനിച്ച ഒരു വ്യക്തിയുടെ കാര്യം. അത് മകന്റെ കൊച്ചാണ്. ഇന്നലെ ആരൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് എനിക്ക് തന്നെ മനസ്സിലായി. മകന്റെ കൊച്ച് ഒക്ടോബർ 14 ജനിച്ചത്. പിന്നെ കഴിഞ്ഞ ആഴ്ചയില് ബ്രദർ പറഞ്ഞു ജോർജ് എന്ന മകന് വയറ് സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സൗഖ്യം കിട്ടിയതിന്റെ കാര്യം. അപ്പൊ അത് എൻ്റെ സഹോദരനാണ്. അവൻ ഇന്ന് വിളിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ മകൻ മരിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ. അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു അവന്. പക്ഷെ ഇന്ന് അവൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നേക്കാളും വലിയ ആവേശം, ശബ്ദത്തിലും ശക്തിയിലുമാണ്, ആരോഗ്യത്തിലുമാണ് അവൻ സംസാരിച്ചത്. അപ്പൊ അത് രണ്ടും ഇതാണ്. അപ്പൊ മകന്റെ കൊച്ചിനെ കുറിച്ചുള്ള ഒക്ടോബർ 14 എന്നുള്ളത് അത് പ്രവചനം എന്താന്നുള്ളത് ബ്രദർ പറഞ്ഞില്ല. പിന്നെ സ്ഥലം വിറ്റ് ഇവിടുന്ന് വീട് വിട്ട് പോണതിന്റെ കാര്യം പറഞ്ഞതിൽ ഒരാള് ഞാനും കൂടിയാണ്. കാരണം 2016 മുതൽ ഞങ്ങളിവിടെ ഇത് വിൽക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു ബ്രദറിനോട് ഒരു കേസിന്റെ കാര്യം, വഴി സംബന്ധമായ കേസ്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ജയിച്ചിട്ടുണ്ട് ചെറിയൊരു രീതിയില്. അതിന്റെ ഇതിന്റെ കോപ്പി ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന് ഞങ്ങൾക്ക് ബൗണ്ടറി തിരിച്ചും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മതില് കെട്ടി അതിന് ശേഷം ഇവിടുന്ന് മാറണമെന്നുള്ളതാണ് ഞങ്ങളുടെ. എനിക്കല്ല, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ബ്രദറിന്റെ ഈ പ്രയറിൽ ഞാൻ കൂടിയതിനു ശേഷം എനിക്ക് ആത്മധൈര്യം, വിശ്വാസം ഒക്കെ ഉണ്ട്. ഞങ്ങൾ ദൈവം ഇവിടെ നട്ടതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ വളർത്തുമെന്നുള്ളത്. അപ്പൊ മകനും 2 ദിവസം മുമ്പ് വന്നിരുന്നു. അപ്പൊ മകൻ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മതില് കെട്ടി തീർന്നിട്ട് നമ്മൾ പോകണമെന്ന്. അവർക്ക് ആർക്കും ഇവിടെ താമസിക്കാനായിട്ട് ഇഷ്ടമില്ല. 2010 ഞങ്ങളിവിടെ വന്നത്. 2010 ഈ കേസ് ഉണ്ടായത്. ഈ വർഷം 2024 കേസിന് വിധി വന്നത്. ബ്രദറിന് അതിന് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. എല്ലാം സമാധാനമായിട്ട്
തീർച്ചയായിട്ടും പ്രിയ ആൻറ്റി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരും എത്ര പേര് കേട്ടായിരുന്നു ഒക്ടോബർ 14 ചെറിയ കുഞ്ഞിനെ കർത്താവ് തൊടുവാന്നുള്ളത്? എത്ര പേരത് കേട്ടായിരുന്നു ആലോചന? കേട്ടു. ആമേൻ. രണ്ടാമത് ഇന്ന് പ്രിയ ആൻറ്റി പറഞ്ഞൊരു സാക്ഷിയുണ്ട്. ജോർജ് എന്ന് പറയുന്ന ഒരാളെ കർത്താവ് തൊടുന്നു, ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പം പ്രിയ ആൻറ്റി സാക്ഷ്യം പറഞ്ഞു. ഹോസ്പിറ്റലിലായിരുന്നു, അത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു അതിശക്തമായിട്ട് തന്നെ സന്തോഷത്തോടെ മനുഷ്യൻ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ദൈവം തൊട്ടു എന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിലായിരുന്ന ആൾ, നമുക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരെയും യേശു അനുഗ്രഹിക്കാൻ പ്ലാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞത്. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ആ മകനെ പറ്റി ദൈവം ആലോചന പറഞ്ഞത് കർത്താവ് വേറൊന്നുമല്ല, അവനെ ദൈവം അനുഗ്രഹിക്കാൻ പോകണം. അവൻ്റെ ജീവിതത്തിൽ അവനെ കാണുന്നവൻ അതിശയിക്കുന്ന രീതിയിൽ ദൈവം കുഞ്ഞിനെ മാനിക്കുകയും അവൻ്റെ വളർച്ചയിലൊക്കെയും ദൈവത്താലാണ് അവൻ വളരുന്നതെന്ന് കാണത്തക്കവണ്ണം കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കർത്താവിന് ഒക്ടോബർ 14 ജനിച്ചൊരു കുഞ്ഞിനെ ദൈവം തൊടുന്നു എന്ന് പറയുമ്പം ദൈവത്തിന് അറിയാം. ഞാൻ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഡേറ്റുകളും പേരുകളും വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാൻ. ഇപ്പം ഞാനൊരു എന്നിലൂടെ ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ, ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുമ്പം അത് നിങ്ങളെ വിശ്വസിപ്പിക്കുക. ദൈവത്തിന് അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ദൈവം അത് ചെയ്യുന്ന ആളാണ്. നമ്മളെ ഉറപ്പിക്കുക. അപ്പം തലമുറയെ ഓർത്തിന് പറയണം, ആ കുഞ്ഞിനെ ഓർത്ത് ഒരു ഭാരവും വേണ്ട, ദൈവം അവനെ അനുഗ്രഹമാക്കി മാറ്റും എന്ന് പറഞ്ഞോണം. ഏറ്റവും നല്ലൊരു കുഞ്ഞായിട്ട് കർത്താവ് അവനെ മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റു വിഷയങ്ങളൊക്കെയും ദൈവം അത്ഭുതം ചെയ്യും. കാര്യം ദൈവം തൊടാൻ തുടങ്ങിയാൽ എല്ലാ കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ആമേൻ. സ്തോത്രം. ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും വല്ലതും ഉണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറ. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? അല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ മെസ്സേജ് തന്നെയും പിന്നെയും കേൾക്കുന്ന ആൾക്കാരുണ്ട്, തന്നെയും പിന്നെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, വീണ്ടും 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 വചനം കേൾക്കുക. എന്തിനാണെന്ന് പറയുക, നമ്മളിപ്പോൾ പറയുന്ന വചനങ്ങൾ ഞാനും കേൾക്കും. കാരണം ഇത് ഞാൻ പറയുന്നത് കൊണ്ടല്ല, ദൈവാത്മാവ് ഈ വചനം തരുന്നത് കൊണ്ട് ഞാനെന്ന വ്യക്തിക്കും നിങ്ങൾക്കും എല്ലാം അനുഗ്രഹം. വചനം ഞാൻ കൂടുതൽ കേൾക്കും. കാരണം എനിക്ക് അകത്ത മനുഷ്യൻ ബലം പ്രാപിക്കണം. ഞാൻ പുറമേ മനുഷ്യന് ആഹാരം കൊടുത്താൽ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ആഹാരം കഴിച്ച് ഞാൻ പുഷ്ടി പ്രാപിക്കും. പക്ഷെ എൻ്റെ അകത്ത മനുഷ്യൻ ബലം പ്രാപിച്ചാൽ അത്ഭുതങ്ങളുടെ അന്തരീക്ഷം ഉണ്ടായി വരും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്. ദൈവം നമ്മുടെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങളെ മറക്കരുത്. ഓർക്കണം, ബലപ്പെടണം, ശക്തിപ്പെടണം. യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ ഇനിയും പ്രവൃത്തികൾ ഉണ്ടാവും. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്തിട്ട് കർത്താവ് എനിക്കിത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും